എന്താ കേരളത്തിൽ നടപ്പാക്കിയ അധികാര വികേന്ദ്രീകരണം, ജനകീയ ആസൂത്രണവും ലോകബാങ്കും മറ്റും മുന്നോട്ട് വെക്കുന്ന അധികാര വികേന്ദ്രീകരണവും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന്, ലോകബാങ്ക് അവരുടെ പരിപാടി വെക്കുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തെല്ലായിടത്തും അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. നമ്മളൊരു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യങ്ങളിൽ നിന്ന് പഞ്ചായത്തി രാജ് ആ സങ്കല്പങ്ങളിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ലോകബാങ്കിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കേന്ദ്രബിന്ദു ലക്ഷ്യം അവസാനത്തുമ്പോൾ കമ്പോളവൽക്കരണമാണ്. നമ്മളങ്ങനെയല്ല, ആസൂത്രണമാണ് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ ചെലവ് ചുരുക്കാനാണ് ലോകബാങ്ക് ശ്രമിക്കുക. ഇവിടെ ആനുപാതികമായി പണം നൽകുന്നു, സർക്കാരിനെ വിപുലപ്പെടുത്തുകയാണെന്ന് ഗ്രാമതലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, ഓരോ ഗ്രാമസഭയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് മുകളിൽ നിന്നുള്ള പരിഷ്കാരമാണ് ലോകബാങ്കിൻ്റെ. ഇവിടെ കേരളത്തിൽ നിന്ന് മുകളിൽ നിന്നല്ലെന്ന്, ഓരോ വാർഡിലുമുള്ള ജനങ്ങളുടെ കൂട്ടായ്മകൾ, അവരുടെ കർമ്മസമിതികൾ, അവരുടെ ഗുണഭോക്തൃ സമിതികൾ, ഇതിലൊക്കെ പങ്കെടുത്ത ആളുകളുടെ താഴത്തുനിന്നുള്ള പരിപാടിയാണ്. അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടപ്പാവാൻ കാരണം. താഴത്തുനിന്നുള്ള വലിയൊരു പരിപാടിയായി മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നേ. എനിക്ക് തോന്നുന്നില്ല തീരുമാനമെടുത്തപ്പോൾ EMS അറിയാം എന്താണെന്നുള്ളത്. പക്ഷേ എല്ലാ മന്ത്രിമാർക്കും നടക്കണ കാര്യമാണെന്ന് ചിന്തിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത്രയൊക്കെ 40% താഴെയൊക്കെ കൊടുക്കുമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഒരു വർഷക്കാലം സർവ്വപേരും 40% താഴേക്ക് 40% താഴേക്ക് ഓരോ ഗ്രാമസഭയിലും സെമിനാറിലും എല്ലായിടത്തും പ്രസംഗിച്ച് പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്ന്. ഈ പഴയ റോമക്കാരുടെ യുദ്ധമില്ലേ, യു ക്രോസ് ദ ബ്രിഡ്ജ് ദെൻ ബ്രേക്ക് ദ ബ്രിഡ്ജ്. പുറകോട്ടില്ല, മുന്നോട്ടേ പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു നമ്മളിവിടെ നടപ്പാക്കിയത്. നടപ്പാക്കുന്നത് സന്നദ്ധ സംഘടനയല്ല കേട്ടോ, ബഹുജന സംഘടനകളാണ്. അങ്ങനെയുള്ള ജനകീയ ആസൂത്രണത്തിൽ കൃഷി, ഭൂപരിഷ്കരണം, നിയോ ലിബറലിസം പറയുന്ന മുരടിപ്പിൻ്റെ കാരണം അതാണെന്നാണ്. വില സംരക്ഷിക്കണമെന്ന് പറയുന്നു, അപ്പുറത്ത് തുറന്ന വില വേണം എന്നാണ് പറയുന്നത്. കർഷക കൂട്ടായ്മകളാണ്, കോർപ്പറേറ്റ് കരാർ കൃഷി. ഞാൻ മറ്റത്തൂർ പഞ്ചായത്തിൽ പോയി. മറ്റത്തൂർ പഞ്ചായത്തിൽ അവിടെ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നമ്മുടെ രവീന്ദ്രൻ മാഷ് തുടങ്ങിയതാണ് 2009. എന്തിനു വേണ്ടി? ഗുരുവായൂർ അമ്പലത്തിൽ കദളിപ്പഴം കൊടുക്കാനുള്ള കരാറെടുത്തു. ഭഗവാനുള്ള നിവേദ്യമല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും പുണ്യം കിട്ടും. എല്ലാവരും പറമ്പിൽ ഓരോരുത്തരും ഒരു കദളിപ്പാഴങ്ങൾ നട്ടു. കദളി ഉൽപ്പാദനം കൂടി. ദേവസ്വം ആണെങ്കിൽ പിൻവാങ്ങി. എന്ത് ചെയ്യും ഈ കദളിപ്പഴം മുഴുവനും? കദളിപ്പഴം അങ്ങനെയൊക്കെ വെട്ടിക്കെടി തൂക്കി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അത് കദളി രസായനവും കദളി അലുവയൊക്കെ ആക്കി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ രംഗപ്രവേശനം ചെയ്ത ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. കർഷക കൂട്ടായ്മ ഒരു പടി കടന്നിട്ട് എന്തുണ്ടായി? പാവൽ കൃഷി ചെയ്യുന്നു. ആർക്ക് വേണ്ടി? ഔഷധിക്ക് വേണ്ടി. ഞാൻ പോയപ്പോൾ ആടും കൃഷി നടത്തുന്നു. പാലിനല്ലട്ടാ, ആട് മൂത്രത്തിന് വേണ്ടിയിട്ടാ, ഔഷധിക്ക് വേണ്ടിയിട്ട്. പാല് കറക്കത്തില്ല, കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കും. വരുമാനം കിട്ടുന്ന ഇതിൽ നിന്നാണ്. ഞാൻ ഔഷധിയെ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഈ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വഴി. ഇപ്പം എന്താ സെമിനാർ എന്നറിയാം. ഞാൻ പോയത് ഒരു 150 ഏക്കറിലെ കുറുന്തോട്ടി നട്ടിരിക്കുകയാണ് വിവിധ പഞ്ചായത്തുകളിൽ. 4 MLA വന്നു അവരുടെ മണ്ഡലത്തിൽ. ആരാ കുറുന്തോട്ടി മേടിക്കണത്? അഗ്രിഗേറ്റ് ചെയ്യുന്ന ഓരോ പറമ്പിലും നടന്ന കുറുന്തോട്ടി ഈ കർഷക കൂട്ടായ്മ എടുക്കുകയാണ്. കരാർ കൃഷിയുണ്ട്, പക്ഷെ കരാറുകാരൻ കോർപ്പറേറ്റ് നേരിട്ട് കൃഷിക്കാരനുമായിട്ടല്ല, കൃഷിയുടെ കൂട്ടായ്മയായിട്ടാണ്. ഇതാണ് കേരളത്തിൻ്റെ മാർഗം. കർഷക പ്രൊഡ്യൂസർ കമ്പനികൾ അവർ സംസ്കരണം നടത്തുന്നു, സഹകരണ സംഘങ്ങൾ അധികാര വികേന്ദ്രീകരണം. വിദ്യാഭ്യാസം എടുക്കും.
നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തെ എങ്ങനെ വ്യത്യസ്തമായിരിക്കും എന്ന് പറയാനാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, അപ്പുറത്താണെങ്കിൽ സ്വകാര്യവൽക്കരണം, എല്ലാവർക്കും ഒരുപോലെ, ഇത് വരേണ്യ വിഭാഗങ്ങൾക്കും, പൊതുമുടമക്ക് സർക്കാരിനെ പിൻവാങ്ങൽ, ജനപങ്കാളിത്തം, വാണിജ്യവൽക്കരണം. താൻ ഡോക്ടറല്ലേ, ആരോഗ്യം താൻ പറഞ്ഞാൽ വീഡിയോ. അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ ആദ്യം സൂചിപ്പിച്ച മുരടിച്ചു തുടങ്ങിയ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും അടയ്ക്കാൻ പോയ സ്കൂളുകളുടെയും പശ്ചാത്തലത്തിലാണ് നമ്മൾ ദർ ഈസ് ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ ആ പുസ്തകം മാറ്റി വെച്ചിട്ട് നമ്മൾ തുടങ്ങിയത്. അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ തിരിച്ച് ശക്തമായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് കോവിഡ് കാലമാണ്. ലോകത്തെമ്പാടും കോവിഡിൻ്റെ കാര്യത്തിൽ പൊതു സംവിധാനങ്ങൾ അടച്ചു കിടക്കും. അങ്ങനെ ഇല്ലാതായ കാലത്ത് കേരളത്തിലാണ് പാവപ്പെട്ടവനും പണക്കാരനൊന്നും വ്യത്യാസമില്ലാതെ പൊതു സംവിധാനത്തിലൂടെ കോവിഡിനെ മുഴുവൻ നേരിട്ടത്. സ്കൂളുകളുടെ സ്ഥിതി ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇത് നമ്മുടെ തൃശ്ശൂർ തന്നെ ഉള്ള പല സ്ഥലങ്ങളിലെയും വീഡിയോ ആണ്. എങ്ങനെയാണ് നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഫാമിലി ഹെൽത്ത് സെൻ്റർ ആയത്, അവിടുത്തെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയത്, അത് എങ്ങനെയാണ് മൊത്തത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. അടയ്ക്കാനിരുന്നതാണെന്നുള്ളതാണ്. ഇനി ഇത് എപ്പോഴും ബേസ് ലൈനിലേക്ക് പോകണം. അടയ്ക്കാനിരുന്നത് ഇന്നാണ് ഈ നിലയിലേക്ക് മാറിയത്. അടയ്ക്കാനിരുന്ന സ്കൂളുകളിലാണ് സ്മാർട്ട് ക്ലാസ് റൂം വരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഉണ്ടായിട്ടുള്ള മാറ്റം അതാണ് ഏറ്റവും പ്രധാനം. അതിൽ തന്നെയാണ് കേരളത്തിൽ തന്നെ രണ്ടാം ഘട്ടം The Panchayat prioritizes the well-being of growing children, ensuring they receive nourishment, engaging them in sports and games activities, and fostering awareness of healthy lifestyle practices. The goal is to build a resilient younger generation, thereby establishing a healthy village community. BRAE is a training program introduced by the Panchayat aiming the physical and mental strength of our girls. Women becoming more and more strong with Kadirur's own programs. Women swimming trainers to train the kids. Women handloom unit running with the help of Khadi board to develop immunity against increasing anemia among women. The Panchayat has introduced a new program called Wingza. We hope to completely get rid of anemia through this program as it has got high public support and publicity. It's a popular yajna for water conservation of Kadirur Panchayat. The main aim of this being raising the groundwater level and science program Telinir Urugum Navakeralam had the participation of more than 5,000 members, including SPC cadets and other members from the public. Around 30 ponds and health sub-centers and offices in the Panchayat has a ramp facility for the differently abled. There are 2 daytime relaxation centers for the old generation, which provides food for them and also fitness equipments for them to maintain a healthy lifestyle and to inspire them. A library also functions along with the movies in the ambience of an old movie theatre. The Panchayat has arranged Jyoti Talkies, an old film theatre in the refreshment. Our Panchayat has improved a lot in terms of services using the latest technologies. The developmental milestones achieved is as a result of the hard work and the support system and the villagers from every walks of life. The Panchayat has efficient help desk facility for the processed online using the software
ILGMS. Grama Sabha and special Grama Sabha meetings are convened in regular intervals. Our panchayat gives prime priority for good governance. So, it's sure that the panchayat will ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എൻ്റെ അഭിപ്രായത്തിൽ ഈ കാലഘട്ടത്തിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് താഴെത്തട്ടിൽ നടന്നു വരുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളാണ്. ഞാൻ പലരോടും പറയും, പഞ്ചായത്തിലൊന്ന് പോകണം എന്നാണ് പറയുക. നമ്മളുടെ പഞ്ചായത്ത് ഓഫീസുകളുടെ സ്വഭാവം തന്നെ മാറി. എല്ലാ പഞ്ചായത്തുകളും ISO സർട്ടിഫൈഡ് ആണ്. അതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോൾ അതിലാണ് ചിലത് ഞാൻ സൂചിപ്പിച്ചത്. ചിലത് പെട്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നു. സത്യത്തിൽ അതിൻ്റെ രണ്ടാം ഘട്ടമുണ്ട്. അതായത് ജനകീയാസനം 96 തുടങ്ങിയെങ്കിൽ അതിൻ്റെ രണ്ടാം ഘട്ടം നവകേരളത്തിനായി ജനകീയാസനം എന്നുള്ളതാണ്. അത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിലാണ് 2017 ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അടുത്ത റൗണ്ട് ഇടപെടലുകളാണ് നടന്നത്. അവയെല്ലാം പ്രത്യേകിച്ചും നവകേരള കർമ്മ പരിപാടി വരുന്നു, അതിൽ മിഷനുകൾ വരുന്നു. ആ മിഷനുകളുടെ ഒക്കെ സ്വഭാവം എന്ന് വെച്ചാൽ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള സഹായ ഘടകങ്ങളുമായിട്ടാണ് വരുന്നത്. ആ രീതിയിലുള്ള തീരുമാനിച്ചെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിപാടികളായിട്ടാണ് വരിക. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെല്ലാം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് ലീവ് നോ വൺ ബിഹൈൻഡ് എന്നുള്ളതാണ്. ഒരാളും പുറകിലാകരുത് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്ന അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഇല്ലാതാകുന്ന ഒരു കേരളത്തെക്കുറിച്ചാണ്. നവംബർ 1 അത് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അത് നീതി ആയോഗ് പറഞ്ഞിട്ടുള്ള കണക്ക് പ്രകാരം കേരളത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൻ്റെ കണക്ക് പ്രകാരം 0.55%. അപ്പോൾ മറുവശത്ത് 32% ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങൾ ഇരിക്കുന്നിടത്താണ് 0.55% വരിക. അതിനെയൊക്കെ മറികടന്നു. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് സാധാരണഗതിയിൽ ഇക്കോണമിസ്റ്റുകൾക്കും പ്ലാനേഴ്സിനും ഒക്കെ ഈ 0.55% എന്ന് വെച്ചാൽ പരിഗണിക്കേണ്ടതല്ലാത്ത ഒരു ഗ്രൂപ്പാണ്. പക്ഷേ കേരളം എടുത്ത സമീപനം ഒരാളും പുറകിലാകരുത് എന്നുള്ളതാണ്. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ ജനകീയാസനത്തെയും നവകേരളത്തെയും ഒക്കെ നയിക്കുന്നത് എന്ന ഇതിലാണ് നമ്മളുടെ കാര്യങ്ങൾ പോകുന്നത്. നമുക്കതൊന്നും മുമ്പോട്ട് പോകാം. അതെ, സമയം പോയിക്കോട്ടെ. കോവിഡ് നിങ്ങൾ പറഞ്ഞു, ക്ഷേമം. ഓക്കെ, അപ്പോൾ അതിലാണ് ഞാൻ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കാണ്, ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ആരോഗ്യ മേഖലയിൽ ഞാൻ പറഞ്ഞ ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനെക്കുറിച്ചുള്ളതാണ്. പറ്റുന്നുള്ളൊരു വായിക്കാം. എന്ത് ഈ കിടക്കുന്ന ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള വിവാദം, അതിൻ്റെ പിന്നിലെന്ത്? ഗൂഢാലോചന സിദ്ധാന്തമൊന്നും ഞാൻ പറയുന്നതല്ല. ബട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ മാർക്കറ്റ് കേരളമാണ്. ഇന്ത്യയിൽ ശരാശരി ഒരു പൗരൻ ചെലവാക്കുന്നതിൻ്റെ 3 മടങ്ങാണ് കേരളത്തിൽ. പക്ഷേ ഇതിലേക്ക് കടക്കാൻ മൾട്ടിനാഷണൽ കോർപ്പറേഷന് കഴിയുന്നില്ല. ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖല ആരോഗ്യ മേഖലയാണ്. 25,000 കോടിയാണ് കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഹോസ്പിറ്റൽ നിർമ്മാണത്തിനായിട്ട് ഇവർ മുടക്കിയെടുക്കും. സർക്കാർ മുടക്കുന്നതല്ല, MNCs മുടക്കുന്നത്. പക്ഷേ കേരളത്തിൽ 4 ഉള്ളു കേട്ടോ. നമ്മുടെ ബേബി മെമ്മോറിയൽ കോഴിക്കോട് എടുത്തു, കിംസ് എടുത്തു, ആസ്റ്റർ, ഇത്രേ ആയിട്ടുള്ളൂ. 4 ആകെയുള്ളൂ. ഡൽഹിയിൽ 59, മുംബൈയിൽ ഇതുപോലെ തന്നെ 40, ചെന്നൈയിൽ, കേരളത്തിൽ ഇത്രയേ ഉള്ളൂ വലിയ മാർക്കറ്റ്. എന്താ കാര്യം? ഞാൻ പകുതി ആളുകൾ പോണത് പൊതു ആരോഗ്യ മേഖലയിലാണ്. ആ പരിഷത്തിൻ്റെ പഠനത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചതറിയോ? 4 സാമ്പത്തിക ഗ്രൂപ്പുണ്ട്. ഏറ്റവും പാവപ്പെട്ടവരും മാത്രമല്ല, ഏറ്റവും പണക്കാരും തുള്ളിയോട്ട് പോകുന്നുണ്ട്. കാരണം സൗജന്യമാണ് ഇത്. അപ്പോൾ സ്വല്പം പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും വലിയ ഓപ്പറേഷൻ ആണെങ്കിൽ പുതിയ ആശുപത്രിയിൽ ഫ്രീ അല്ലേ ഇന്ന്? ഇതുണ്ടല്ല, നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ വേണം, അവർക്കൊരു പങ്കുണ്ട്, റോളുണ്ട്. അതിനും കൂടി ചേർന്നുള്ളതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്നൊക്കെ പറയുമ്പോഴും
പൊതു ആരോഗ്യ മേഖലയുടെ പ്രാധാന്യത്തിലേക്കാണ് അതൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഇതില്ലെങ്കിലുണ്ടല്ലോ, ഇതൊന്നുമല്ല കേട്ടോ ആശുപത്രി ചെലവ്. സോ ഐ വുഡ് സേ, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കേ. ഒരു കാര്യം കൂടി ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയും. കേരളത്തിൻ്റെ പെരുമ എന്താ? കുഞ്ഞുങ്ങൾക്ക് അവരുടെ പരിപാലനം ഏറ്റവും മികച്ചതാണ്. അമേരിക്കക്കാൾ താഴ്ന്നതാണ് നമ്മുടെ ശിശുമരണ നിരക്ക്. ഓക്കെ, അത്ര അറിഞ്ഞതാണ്. വി ഹാവ് ഡൺ ദ ബെസ്റ്റ്. പക്ഷെ കേരളം മാറുകയാണ്. കുഞ്ഞുങ്ങളെപ്പോലെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത പ്രായം ചെന്നവരുടെ തലമുറ നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. നൗ എങ്ങനെ ഈ പുതിയ കാലം കൈകാര്യം ചെയ്യാം? ഇപ്പം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമോ? വീട്ടുകാർ അതൊരു ഭാരം. 80% മരണങ്ങളും ആശുപത്രിയിലാണ്. ഞാൻ ഇമാജിൻ ദാറ്റ്. അയ്യോ, ഞാൻ മരിക്കുമ്പോൾ നമുക്ക് പരിചിതമായ ചനലിനടുക്കുക, അപ്പുറത്തെ മരവും കണ്ടു മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. Now this is something terrible that is happening. So വയോജന പരിപാലനത്തിന് നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്ത പോലൊരു കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ സാധ്യമാണെന്ന് കേരളം തെളിയിക്കാൻ പോവുകയാണ്. അതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ പാലിയേറ്റീവ് ശൃംഖല അപ്പോഴും ജനകീയമാണ് കേട്ടോ. ഇന്ത്യയിലെ പാലിയേറ്റീവ് സംഘടനകളുടെ 85% ഈ കേരളത്തിലാണ്. പാലിയേറ്റീവ് ശൃംഖല, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, കിടപ്പ് രോഗിയാണോ, യു ആർ ടേക്കൻ കെയർ ഓഫ്. അതാണ് ഇപ്പോൾ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ബാക്കിയുള്ളവർക്കോ, എന്നെപ്പോലുള്ളവർക്ക് ഹെൽത്തി ഏജിങ്, ദാറ്റ്സ് എ സ്ലോഗൻ. ഇനിയെങ്കിലും ഈ പ്രായത്തുമ്പോൾ നമ്മൾ ഇവിടെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, കൊളസ്ട്രോൾ. ജോലിയൊക്കെ ഉപദേശിക്കാറുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഈ പ്രായമാകുമ്പോഴേക്കെങ്കിലും വേണമെന്ന് ദ സ്ലോഗൻ ഓഫ് ഹെൽത്തി ഏജിങ്. ആ മരുന്ന് കഴിക്കലും മാത്രമല്ല കേട്ടോ. പ്രായം ചെന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം നോട്ട് ബീയിങ് വാണ്ടഡ് എന്നുള്ളതാണ്. മക്കൾക്ക് നേരമില്ല, നാട്ടുകാർക്ക് നമ്മൾ വേണ്ട. അപ്പോൾ ഏറ്റവും വലിയ സഹായം എന്താണെന്നറിയാമോ? ടു ബീയിങ് വാണ്ടഡ്. നാടിന് നിങ്ങൾക്ക് വേണം. നിങ്ങൾ പാട്ട് പാടുമല്ലേ? നമ്മുടെ അങ്കണവാടിയിൽ നമ്മുടെ ടീം മുത്തശ്ശിമാർ പാടാനും കഥ പറയാനും നമ്മൾ പണ്ട് പഠിപ്പിക്കാനൊക്കെ താല്പര്യമുണ്ട്. അത് നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് പഠിക്കുമ്പോഴെങ്കിലും അക്ഷരം പഠിച്ച് പൂർണ്ണമായിട്ട് ഇറങ്ങുമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി എന്നിറങ്ങാം. നിങ്ങൾ വലിയ മാനേജറായിരുന്നു, നമ്മുടെ വികസനപ്രവർത്തനത്തിലാവാം. ഈ സോഷ്യലൈസേഷനാണ് കേട്ടോ മറവി രോഗത്തിനുള്ള മരുന്ന്. എക്സസൈസ് കാലത്തുള്ള വ്യായാമം മാത്രമല്ല, ഇതൊരു എക്സസൈസാണ്. സോ ഞാൻ ഏറ്റവും ആവശ്യം കൊള്ളുന്ന കാര്യം, കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിന് നമ്മൾ ലോക മാതൃക സൃഷ്ടിച്ചത് എങ്ങനെയോ അതുപോലെ വയോജന പരിപാലനത്തിന് കേരളം അടുത്ത സ്റ്റേജ് അതാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതുപോലെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ബട്ട് സംതിങ് ലൈക്ക് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ കേരള. സുസ്ഥിര വികസനം, യു ടേക്ക് ഇറ്റ് അപ്പ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സുസ്ഥിര വികസനത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇനി സംസാരിക്കണമെന്നില്ല, കാര്യം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നമ്മൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ചിലത്, പ്രത്യേകിച്ചും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ SDG ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ എനിക്ക് അഭിമാനമായിട്ട് പറയാൻ കഴിയുക, കില പോലെയുള്ള സ്ഥാപനങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം വന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് ഒരു പുതുതലമുറ കേരളത്തിൻ്റെ വികസനത്തിൽ, പ്രാദേശിക തല വികസനത്തിൽ, പ്രത്യേകിച്ചും തിമാറ്റിക് എക്സ്പേർട്സിൻ്റെയും അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ഉണ്ടായി വന്നു എന്നുള്ളത്, ഇപ്പോൾ വിജ്ഞാന കേരളത്തിലടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അതുമാത്രമല്ല, കുറേയധികം പുതിയ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഇതാണ് ഡിജിറ്റൽ കേരളയാണ്, കേരളയാണ്. എക്സ്ട്രീം പോവർട്ടി ഫ്രീ ആവുന്ന കേരളമാണ്. അത് വരികയാണ്. സ്മാർട്ടാണ്. സർവീസുകളെല്ലാം പോർട്ടലിൽ കൂടെ ലഭ്യമാകുന്ന ഹരിതകർമ്മസേനയുടെയാണ്. മാലിന്യമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആ മാറ്റം. അങ്ങനെ നിരവധി പുതിയ കാര്യങ്ങൾ
നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഈ സമയം ഉപയോഗിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ വികസന പാതയിൽ ഈ റാങ്കിങ് മാത്രമല്ല, മറ്റ് പലതും ആലോചിക്കണ്ടോ. എൻ്റെ ഓർമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സാക്ഷരത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മറുവശത്ത് റോബിൻ ജെഫ്രി പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ അതിനകത്ത് വേറൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, ദ പാരഡോക്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ദ ആബ്സെൻസ് ഓഫ് വിമൻ ഇൻ പബ്ലിക് സ്ഫിയർ, പൊതു ഇടങ്ങളിലെ സ്ത്രീകളുടെ അദൃശ്യത. അതാണ് കഴിഞ്ഞ ഒരു 30 വർഷം കൊണ്ട് പ്രത്യേകിച്ചും കുടുംബശ്രീയും ഒക്കെ ആയി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ജെൻഡർ ലിംഗനീതി അവഗണിക്കപ്പെടുന്നത് എന്നത് ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ പറയേണ്ടി വരും. ഓക്കെ, സ്ത്രീകളുടെ നില മെച്ചമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ എടുത്താൽ ഇന്ത്യയേക്കാൾ മെച്ചമാണ്. കണ്ടീഷൻ ഓഫ് വിമൻ ആർ ഫാർ ബെറ്റർ. അത് വികസനത്തിൻ്റെ നേട്ടങ്ങളാണ്. പക്ഷെ സ്ത്രീ പദവി പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീ എവിടെയാണ് എന്നൊരു പരിശോധന നടത്തിയാൽ അത് തൊഴിലിൻ്റെ കാര്യത്തിലായാലും കൂലിയുടെ കാര്യത്തിലായാലും സ്വത്തിലും വരുമാനത്തിലും നിയന്ത്രണത്തിലായാലും വീട്ടുഭാരത്തിൻ്റെ കാര്യത്തിലായാലും പൊതുമണ്ഡലത്തിലെ പങ്കാളിത്തമായാലും അപേക്ഷിച്ച് വളരെ വളരെ പിന്നിലാണ്. അത് അതിക്രമങ്ങളെന്ന് പറയുമ്പോൾ നമുക്കൊരു നാണക്കേടാണ്. പുറത്തുനിന്ന് വരുന്ന നമ്മുടെ മക്കൾ തന്നെ അത് ലോകം മുഴുവൻ കറങ്ങിയടിച്ച് നടക്കുന്നവരാണ്. പക്ഷേ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇരുട്ടിക്കഴിഞ്ഞാൽ അവരൊറ്റക്ക് നടക്കത്തില്ല. സിമ്പിൾ. സോ ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നു? അടുത്തത് വന്നതിന് ഉത്തരം കൃത്യമൊന്നുമില്ല. ഞാൻ നൽകാറുള്ള ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ത്രീ വിമോചന പോരാട്ടം നമ്മുടെ ഫ്യൂഡൽ കുടുംബത്തോടുള്ള കലഹമാണ് യഥാർത്ഥത്തിൽ. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന് അത് പിന്നീട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയില്ല. മുതലാളിത്ത കുടുംബത്തോടുള്ള കലഹമായിട്ട് അവിടെ അങ്ങ് നിന്നുപോയി. ഈ ഒരു വിടവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മറികടക്കുന്നതിന് ജനകീയാസൂത്രണത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 50% വനിതാ ജനപ്രതിനിധികൾ. അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ വനിതാ ഘടക പദ്ധതി അന്ന് ബെയ്ജിങ് കോൺഫറൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ 95. അതുകൊണ്ട് 96 ജനകീയാസൂത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ തീരുമാനിച്ചു നമുക്ക് ജെൻഡർ ബഡ്ജറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് 10% വന്നത് കുടുംബശ്രീ. ഓക്കെ, സമയം പരിമിതി 10 മിനിറ്റ് ആയതുകൊണ്ട് വിൽ സ്കിപ്പ് ദാറ്റ്. ഓക്കെ, കുടുംബശ്രീ, അതിൻ്റെ വ്യത്യാസം, ജെൻഡർ ബഡ്ജറ്റിൻ്റെ വളർച്ച, ഇത് പറയേണ്ടി വരും. ഇത് പശ്ചാത്തല സൗകര്യങ്ങൾ പിന്നോക്കാവസ്ഥ മുമ്പേ പറഞ്ഞതാണ്. ഓക്കെ, അതുകൂടെ പറയേണ്ടി വരും. ഓക്കെ, പിന്നോക്കാവസ്ഥ നമ്മൾ എങ്ങനെയാണ് പണം കണ്ടെത്താം? സിമ്പിൾ ചെയ്യാം. ഒരു നല്ല ധനകാര്യ സ്ഥാപനം ഉണ്ടാക്കാം, മിടുക്കൻ ധനകാര്യ സ്ഥാപനം. ഓക്കെ, പക്ഷെ കണ്ടാലേ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് ഉദ്ഘാടനം ചെയ്തൊക്കെ ഇപ്പോൾ കഥയായിട്ട് വരുന്നുണ്ട്. എന്തിനാ പോയെന്നറിയാമോ? 2000 കോടി രൂപ എടുക്കാനൊന്നുമല്ല മസാല ബോർഡെന്ന് പറഞ്ഞു പോയത്. വി വാണ്ടഡ് ടു അനൗൺസ് ടു ദി ഇന്ത്യൻ മാർക്കറ്റ് ഹിയർ ഈസ് എ ന്യൂ പ്ലെയർ ഇൻ ദ മാർക്കറ്റ്. അവൻ ലണ്ടനിൽ പോയി മേടിക്കാൻ കഴിവുള്ളവരാ. വി വോണ്ട് ടു എസ്റ്റാബ്ലിഷ് ദിസ്. അങ്ങനെ കിഫ്ബി എന്നൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് സർക്കാർ പറയുന്നു ഞങ്ങളിനി എല്ലാ വർഷവും ഒരു നിശ്ചിത തുക തരാം, നികുതിയുടെ നികുതിയുടെ മോട്ടോർ വാഹന നികുതിയുടെ പകുതി. അപ്പോൾ ഈ കമ്പനിക്ക് പറയാം ഈ വരുമാനം ഇനി ഇങ്ങനെ എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും, അത് കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞ് ആരിൽ നിന്നും വേണമെങ്കിൽ വായ്പ എടുക്കാം. വായ്പ എടുക്കാൻ വേണ്ടി തടസ്സം നിൽക്കുന്നത് ഇത് എഫിഷ്യൻറ്റ് കമ്പനിയാണോ അല്ലേ എന്നുള്ളതാണ്. സോ വി പ്രൂവ്ഡ് ലണ്ടനിൽ പോയി ഇത് എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത്. ആ രീതിയിൽ സ്കിപ്പ് ഓൾ ദാറ്റ്. ആ രീതിയിൽ നമ്മളൊരു ഐ ഡോണ്ട് വാണ്ട് ഗോ ടു ഡീറ്റെയിൽസ് നോക്കുന്ന എന്തൊരു മാറ്റം വന്നിരിക്കുന്നു. സ്കൂൾ കെട്ടിടം മാത്രമല്ല, 1,00,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചില സന്യാസിമാർ ഇങ്ങനെ ശൂന്യാകാശത്ത് നിന്ന് ബാസ്മം എടുക്കണ പോലെയല്ലെന്ന് 1,00,000 കോടി രൂപ നമ്മുടെ വികസനത്തിന് ആവിഷ്കരിക്കാൻ കഴിഞ്ഞത്. യെസ്,
ഇസ് ഗോയിങ് ഓൺ. വിട്ടേക്ക്. പക്ഷേ ഇതിലേക്ക് എത്തണം. ഇത് ഇവിടെ പറഞ്ഞിട്ടേ തീരാനൊക്കെയുള്ളൂ. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. അപ്പം സമയമായി. നമ്മൾ ഇടയ്ക്ക് വെച്ച് ഈ ജനകീയ ആസൂത്രണത്തിൽ ആവേശം കണ്ട് കുറച്ചധികം കാര്യം പറഞ്ഞു പോയി. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. പോട്ടെ, ക്ഷമിക്കാം. സോ തേർഡ് ഈസ് തൊഴിലില്ലായ്മ. ആ തൊഴിലില്ലായ്മയ്ക്ക് പരിഹരിക്കാൻ കഴിയുമോ? തൊഴിലില്ലായ്മയുടെ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 2004 ദേശീയ തൊഴിലില്ലായ്മയുടെ 6 മടങ്ങാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ. യെസ്. അടുത്തത് യുവാക്കളുടെ തൊഴിലില്ലായ്മ കേരളത്തിൽ ഏറ്റവും ഉയർന്നു. 30% പേർക്ക് തൊഴിലില്ല. സ്ത്രീകളിൽ 47%, യുവതികളിൽ. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമാണ്. താഴ്ന്ന തൊഴിൽ പങ്കാളിത്തം, സംസ്ഥാന വരുമാനത്തിനും കുറയുന്നു, യുവജനങ്ങളെ സംതൃപ്തി, സ്ത്രീകൾ പിന്തള്ളപ്പെടുന്നു, പിന്നോക്ക വിഭാഗങ്ങൾ തള്ളപ്പെടുന്നു. ഇത് പരിഹരിക്കാനാണ് വിജ്ഞാന സമ്പദ്ഘടന എന്ന സങ്കല്പം. നമ്മുടെ സാമ്പത്തിക അടിത്തറ ആകെ ഇളക്കി മാറ്റി പുതിയ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലാവണം. അങ്ങനെ പുതിയ അടിസ്ഥാനത്തിലെത്തി മാറ്റിക്കും. പുതിയ അടിസ്ഥാനത്തിലാവും വിൽ സ്കിപ്പ് ഓൾ ദിസ്. പുതിയ അടിസ്ഥാനത്തിലാവുമ്പോൾ അവിടെ ജോലി ചെയ്യാനുള്ള നൈപുണ്യം വേണം. ആ നൈപുണ്യം എങ്ങനെ ഉണ്ടാക്കാം? കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് കോളേജിൽ പഠിക്കാൻ പോണില്ല. അതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. കാരണം പഠിച്ചിട്ട് കാര്യമില്ലെന്നൊരു തോന്നലാണ്. സോ പഠിച്ച ജോലി കിട്ടുമെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഒരു മാർഗമുണ്ട്. നമ്മുടെ കോളേജിലൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളുടെ എണ്ണം ചെറുതാണോ? അവരോടൊക്കെ അഭ്യർത്ഥിക്കാൻ പോയാണ് സംരംഭകരായിട്ടുള്ളവർ, അതല്ലെങ്കിൽ HR മേധാവികളായിട്ടുള്ളവർ. ഇവിടെ അഭ്യർത്ഥന എന്താണെന്നറിയാമോ? നിങ്ങൾ പഠിച്ച ക്ലാസ് മുറിയിൽ ഇന്നിരുന്ന് പഠിക്കുന്ന കുട്ടിക്ക് നിങ്ങളുടെ തൊഴിലവസരങ്ങൾ വല്ലതും കമ്പനിയിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് ആ സ്കില്ല് പഠിപ്പിക്കാം. 2, അവനെ പഠിപ്പിക്കാൻ നിങ്ങളും പങ്കാളിയാവും മെൻ്ററായിട്ട്. നമ്മുടെ പഠിച്ചാൻ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുണ്ട്, 20% മാത്രം പുറത്തു പോകുന്നവർ. അവരുടെ വീടിനടുത്തുള്ള തൊഴിലുകളിൽ ഇവർക്ക് ഏർപ്പെട്ടൂടെ? അതിനുള്ള സ്കില്ലിങ് നടത്തിക്കൂടെ? ഇത്തരത്തിൽ നൈപുണ്യ പരിശീലനം നൽകാൻ പഠിക്കുന്നവർക്കും പഠിത്തം കഴിഞ്ഞവർക്കും നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം പോലെ വലിയൊരു പ്രസ്ഥാനം. പക്ഷേ ഇൻസ്ട്രക്ടേഴ്സ് അല്ല അക്ഷരം പഠിപ്പിക്കാനുള്ളവർ. അവർ പ്രൊഫഷണലായിട്ടുള്ളവർ. കാരണം സ്കില്ലിങ് അല്ലേ അവരുടെ പ്രൊഫഷണൽ മേഖലയെ ബന്ധപ്പെട്ട് ഇന്നത്തെ കുട്ടികളെ സ്കില്ല് ചെയ്യുക. അത് ജോലിയായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് സ്കില്ല് പകർന്നു നൽകുക. അങ്ങനെ വലിയൊരു ജനകീയ പ്രസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാൻ, ഈ നൈപുണ്യ വികസനത്തെ മാറ്റാനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കണേ. ഐ എം സോറി ഞങ്ങളിങ്ങനെ വഴിതെറ്റിപ്പോയതിൽ. സോ ഐ എം സ്റ്റോപ്പിംഗ്. ക്വസ്റ്റ്യൻസ് റാപ്പിഡ് ഫയർ. റാപ്പിഡ് ഫയർ കൊടുക്കൂ. സാറ്, ഈ വികസനത്തിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് പരിസ്ഥിതി നാശം ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? അതൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പലരും കേരളത്തിന് പുറത്തു പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നു? രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, പുറത്തു പോകണ്ട, കേരളത്തിൽ പഠിച്ചാലും ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ പിള്ളേർ ഇവിടെ നിൽക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പം അതുകൊണ്ട് പുറത്തും അകത്തുമുള്ള ജോലികൾ കണ്ട് കമ്പനിയോട് പറയണ്, നിങ്ങൾക്ക് ആ ജോലിക്ക് ആളല്ലേ വേണ്ടു, നിങ്ങൾക്ക് വേണ്ട പരിശീലനം പഠിക്കുമ്പോൾ ഞങ്ങളത് കൊടുത്തു തരും എന്ന് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് അവർക്ക് ജോലി കൊടുപ്പിക്കാം. പരിസ്ഥിതി നാശം ഉണ്ടാവണമെന്നൊരു തോന്നൽ ഇന്നുണ്ട്. അത് തന്നെ വലിയ പുരോഗതിയാണ്. ഈ കേരള നിയമസഭയിൽ സൈലന്റ് വാലി കാലത്തെ ഒരു പ്രസ്താവന ഒരു രാഷ്ട്രീയ നേതാവ് നടത്തി. ഈ കടലിൽ മരമുണ്ടായിട്ടാണോ മഴ പെയ്യുന്നത്? എന്തോ ചിരിയായിരുന്നു അറിയാം. അസംബ്ലിയിൽ എല്ലാവരും ചിരി. ഞാൻ അംഗമായിരിക്കുമ്പോൾ ഈ തമാശ ഒരാൾ പറയാൻ ശ്രമിച്ചു. പ്രതിപക്ഷം അടക്കം പോയി അയാളോട് പറഞ്ഞത്,
പിൻവലിക്കണം, വർത്താനം പറയണം. ഇതാണ് വ്യത്യാസം. സോ ദർ ഇസ് എ സീ ഓഫ് ചേഞ്ച് ചെയ്യുക. ഒരു അവബോധം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നല്ലത് ഒരു സ്റ്റെപ്പ് ഫോർവേഡ്. അപ്പോൾ പല വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴും വിമർശനങ്ങൾ പല കോണിൽ നിന്ന് വരും. യോജിക്കണമെന്നില്ല കേട്ടോ. ഉദാഹരണത്തിന് ഞാൻ കേരളയിൽ വേണ്ടി നിൽക്കുന്ന ആളാണ്. ഏറ്റവും വലിയ പരിസ്ഥിതി വിനാശമാണ് ഈ ദേശീയപാത നിറഞ്ഞ് കാറ് മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുന്നത്. ഹൈ സ്പീഡ് ട്രെയിനിലില്ലാതെ കേരളത്തിലെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റില്ല. ദാറ്റ്സ് മൈ ബിലീവ്. പക്ഷെ വിമർശനം ഒരാൾ പറഞ്ഞിട്ട് എനിക്ക് കയറുവൊന്നുമില്ല കേട്ടോ. അതെങ്ങനെ വിമർശനം ഉണ്ടാവണം, അതിന് മറുപടിയും കൊടുക്കും, വർത്താനം പറയും. എപ്പോഴും വിമർശനപരമായിട്ട് പരിശോധിക്കാനായിട്ട് തയ്യാറാവണം. സോ ഇതിൻ്റെയൊക്കെ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇനി വനനശീകരണം ഉണ്ടാവില്ല, ഇനി നമ്മുടെ പാടങ്ങൾ നികത്തില്ല, ഇനി നമ്മുടെ നാടിനെ മലിനീകരണമാക്കില്ല. അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളം ഇന്ന് ആഗോള ഗോളുകൾക്ക് അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന. ബാക്കി ഇന്ത്യയൊക്കെ വളരെ പുറകിലാണ്. സോ പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തീർന്നു? ഓക്കെ, ഫൈൻ. അപ്പോൾ എന്തായാലും ശരി, ഇത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ് ഡോക്ടർ ഐസക്കാണ് സംസാരിക്കുന്നത്. ഇത് മണിക്കൂറുകളും ദിവസങ്ങളോളം വേണമെങ്കിലും ഈ ചർച്ച തുടരാവുന്നതാണ്. പക്ഷേ നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഡോക്ടർ തോമസ് ഐസക്കിന് നന്ദി ചെയ്യപ്പെടുന്നു എല്ലാവർക്കും. അപ്പം ഞാൻ 2 പുസ്തകങ്ങൾ എൻ്റെ ഇവിടെ റെക്കമെൻഡ് ചെയ്യണം. ഓൺ കേരള അനദർ പോസിബിൾ വേൾഡ്. അത് ഈ മൊത്തം പെർസ്പെക്റ്റീവ് നൽകുന്നുണ്ട്. മറ്റൊരു ലോകം എന്ന് വിളിക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്നുള്ളത്. രണ്ടാമത്തത് വിജ്ഞാന കേരളം നമ്മൾ തൊട്ടേ ഉള്ളൂ എന്നും വർത്താനം പറഞ്ഞില്ല. അപ്പോൾ അത് വിജ്ഞാന കേരളം സിദ്ധാന്തത്തിൽ നിന്ന് പ്രയോഗത്തിലേക്ക് എന്നുള്ള പുതിയ പുസ്തകം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുണ്ട്. അത് നോക്കാം. താങ്ക് യു വെരി മച്ച്. വികസനം ജനകീയ സങ്കല്പം എന്ന വിഷയത്തിന്റെ വിവിധ സാമ്പത്തിക വശങ്ങളെ കാലിക പ്രസക്തിയോടെ അവതരിപ്പിച്ച് ഗൗരവമേറിയ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ശ്രീ TM തോമസ് ഐസക്, ശ്രീ ജോയ് ഇളമൺ എന്നിവർക്കും സജീവമായി ചർച്ചയിൽ പങ്കെടുത്ത സദസ്സിനും സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ നന്ദി അറിയിക്കുന്നു. മുൻ ധനകാര്യമന്ത്രിയും എഴുത്തുകാരനും സാമ്പത്തിക വിദഗ്ധനുമായ തോമസ് ഐസക് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 50-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയ തോമസ് ഐസക് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. കില മുൻ ഡയറക്ടറായിരുന്ന ശ്രീ ജോയ് ഇളമൺ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വിദഗ്ധാംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വികസനം ജനകീയ സങ്കല്പം സംഭാഷണം ആരംഭിക്കുകയായി. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇത് സംഭാഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഭാഷണത്തിൽ സ്വാഭാവികമായിട്ടും കേൾവിക്കാരൻ കൂടെ വേണം. അപ്പോൾ ഞാൻ കൂടുതലും ഒരു കേൾവിക്കാരനായിട്ടിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതലും സംസാരിക്കുക ഡോക്ടർ തോമസ് ഐസക്കാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഡോക്ടർ തോമസ് ഐസക് ഒന്നൊന്നും വിളിക്കാതെ ചിലപ്പോൾ ഐസക് എന്ന് വിളിക്കും, ചിലപ്പോൾ എടാന്നും വിളിക്കും എന്നെ. അതും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുക. ഇതിനിടയിൽ ചില ചോദ്യങ്ങൾക്കൊക്കെ ചോദിക്കാനുള്ള അവസരം കൂടെ ഒരുക്കിക്കൊണ്ട് ഈ 1.5 മണിക്കൂർ എങ്ങനെയാക്കാം എന്നാണ് ശ്രമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോൾ ഉള്ളവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാടിത്തന്ന ഒരു പാട്ടുണ്ട്. പാട്ട് ഞാൻ പറയാം, ചിലർക്കൊക്കെ അറിയാം. ടെറസും വീടും കാറും ഫ്രിഡ്ജും പണമുള്ളവനു ലഭിച്ചാൽ മാത്രം വികസനമാണെന്നോർത്തു നടക്കും വിവരം കെട്ടോരേ നിങ്ങൾ. അങ്ങനല്ലേ? അപകടമാണീ ചിന്താഗതിയത് മനസ്സിലിരുന്നാട്ടെ എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഈ അവസരത്തിൽ വികസനം ഒരു ജനകീയ സങ്കല്പം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ എന്താണ് വികസനം എന്നതിനെക്കുറിച്ച് കൂടി ആലോചിച്ചുകൊണ്ട്, കാര്യം വെച്ചാൽ ആ പാട്ടിലാണേലും ശരി, ഇന്ന് നടക്കുന്ന ചർച്ചകളിലാണേലും ശരി, ഓരോരുത്തരും ഓരോ രീതിയിലാണ് വികസനത്തിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കാണുക
എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ വികസനം എന്നാൽ എന്ത് എന്ന് പറഞ്ഞ് തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. യാ, എന്താണ് വികസനം എന്നുള്ളതിനെക്കുറിച്ച് വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു വിശകലനമാണ്. ഞാൻ സാധാരണ എന്തെങ്കിലും 1.5 മണിക്കൂറിൻ്റെ അവസാനമാണ് ചോദ്യങ്ങൾ വരാം. ഞങ്ങളൊരു 10-12 ചോദ്യങ്ങളായിട്ട് അത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഓരോ ചോദ്യം കഴിഞ്ഞിട്ടും ക്ലാരിഫിക്കേഷൻസ് ആവും. ചർച്ചയില്ല, ചർച്ച നമുക്ക് അവസാനം സമയമുണ്ടെങ്കിൽ. പക്ഷെ പറഞ്ഞത് സംബന്ധിച്ച് എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുന്നേറ്റ് ഇന്ന് ചോദിക്കാവുന്നതാണ്. സോ ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം, എന്താണ് വികസനം? ഇത് 1982 പരിഷത്തിൻ്റെ ഗ്രാമവികസനം രേഖ ആദ്യമായി തയ്യാറാക്കിയപ്പോൾ അതിലെ ആദ്യത്തെ വാചകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്താണ് വികസനം? ഒന്ന്, സാമ്പത്തിക വളർച്ച. മനുഷ്യൻ മറ്റ് പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതേ വെറും പെറുക്കിത്തീനിയല്ല, പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കുകയല്ല, അവന് വേണ്ടുന്ന ജീവിതോപാധികളെ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. ആ ഉൽപ്പാദനത്തെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത ഉപാധികൾ വസ്ത്രമാവാം, ഭക്ഷണമാവാം, പാർപ്പിടമാവാം, മരുന്നാവാം, ഇവയെല്ലാം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം. അതെത്ര വേഗത്തിൽ വരുന്നു? ആ സാമ്പത്തിക വളർച്ചയുണ്ടെങ്കിലേ വികസനം ഉണ്ടാകും. ബട്ട് അതുകൊണ്ടായില്ല, സാമ്പത്തിക വളർച്ചയാവുന്നുള്ളൂ. അത് വികസനമാകണമെങ്കിൽ അതിൻ്റെ നേട്ടങ്ങൾ എല്ലാവർക്കും ലഭ്യമാണ്. ഏറെയും കുറഞ്ഞു തുല്യതയൊന്നും വേണ്ട. ഒരു നീതിപൂർവമായിട്ടുള്ള വിതരണം അത് അനിവാര്യമാണ്. മൂന്നാമത്തേത് അത് സുസ്ഥിരമായിരിക്കണം. നമ്മളിപ്പോൾ നാട്ടിലുള്ള മുഴുവൻ മരവും വെട്ടി അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ വരുമാനവും അങ്ങ് കൂടും ഡെഫിനറ്റ്ലി. പക്ഷെ നാളെ ഉണ്ടാവില്ല. ഇന്നത്തെ വരുമാനം നാളത്തെ വരുമാനത്തെ ഇല്ലാതാക്കരുത്. അത് സുസ്ഥിരമായിരിക്കണം. സോ ഈ 3 അടിസ്ഥാന സങ്കല്പങ്ങൾ ചേരുന്നതാണ് വികസനം എന്ന് പറയുന്നത്. ആ വികസനത്തെ സോ നമ്മൾ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ അളക്കാം? ദേശീയ വരുമാനം കൊണ്ട്. എന്താ ദേശീയ വരുമാനം? അത് 4 ഇനങ്ങളാണ്. നാട്ടിലുള്ള എല്ലാവരുടെയും വരുമാനം, എല്ലാവരുടെയും കൂലി, എല്ലാവർക്കും കിട്ടുന്ന പലിശ, പാട്ടം, ലാഭം, ഇത് 4 ചേരുന്നതാണ് നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പം നീതിപൂർവമായ വിതരണമെന്ന് പറഞ്ഞാൽ ഈ ദേശീയ വരുമാനത്തിൽ കൂലിയുടെ വിഹിതം വർദ്ധിക്കുക എന്നുള്ളതാണ്. കൂലിയുടെ വിഹിതം വർദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൂലിയുടെ വിഹിതം, ജനങ്ങൾക്ക് കിട്ടുന്ന വിഹിതം വർദ്ധിക്കുമ്പോഴാണ് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുക. ആ ജീവിത നിലവാരം ഉയരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, തൊഴിലുണ്ടാവണം, എന്നാലേ വരുമാനം കിട്ടത്തുള്ളൂ. സോ എല്ലാവർക്കും തൊഴിൽ വേണം. 2, തൊഴിലെടുക്കുന്നതിന് നല്ല കൂലി കിട്ടണം. 3, സ്വത്തുണ്ടാവണം, അതും വിതരണം ചെയ്യപ്പെടുന്നു. സ്വത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുമാനം നാളെ ഉണ്ടാവും. സ്വത്തുണ്ടെങ്കിൽ നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവും. അപ്പോൾ സ്വത്തുണ്ടാവാം. അവസാനമായിട്ട് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളുള്ള സർക്കാരിൻ്റെ ചെലവ്, ഇത് 4ഉമാണ് ജീവിത നിലവാരത്തെ നിർണ്ണയിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് 72 മുതൽ നമ്മൾ വികസനത്തെക്കുറിച്ച് പറയുന്നത്, പ്രത്യേകിച്ചും 72 സ്റ്റോക്ക്ഹോം സമ്മിറ്റ്, അതിനുശേഷം ബ്രൺലാൻ കമ്മീഷൻ 82, 83, അത് കഴിഞ്ഞ് 92 റിയോ, എല്ലായിടത്തും അവസാനം എത്തുന്നത് സുസ്ഥിര വികസനം, വികസനം, സുസ്ഥിര വികസനം, അങ്ങനെ നിരവധി സമ്മേളനങ്ങളാണ്. ഒരുപാട് മാനദണ്ഡങ്ങൾ, ഒരുപാട് സൂചികകളുണ്ട്. പ്രത്യേകിച്ചും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അതുണ്ട്. പിന്നീട് വന്ന MDG,
അതുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നിരവധി തരത്തിൽ ആണ് ഇതിനെ കണക്കാക്കുന്നത്. പക്ഷേ ഡോക്ടർ ഐസക് ഇപ്പോൾ പറഞ്ഞ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമുക്കറിയേണ്ടത്. റൈറ്റ്, നമ്മൾ വികസനം എന്തെന്ന് കണ്ടു. ഇനിയിപ്പോൾ ഈ മാനദണ്ഡം വെച്ച് ഇന്ത്യയിൽ വികസനത്തെ നമ്മൾ വിലയിരുത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ എങ്ങനെയാണ്, കേരളം എങ്ങനെ വ്യത്യസ്തമാകുന്നത്, ഇതാണ് നമ്മുടെ യുക്തി. സോ ഇന്ത്യയിൽ എന്താണ് പ്രചരണം? ഇന്ത്യ 4ാം ലോക മഹാശക്തിയായിട്ട് വളരുന്നു. ശരിയാട്ടോ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ്ഘടനയാണ് ഉൽപ്പാദനം എടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, 130 കോടി ജനങ്ങളാണ് കേട്ടോ. നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ വലിപ്പമില്ല യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ. അപ്പോൾ ഒരാൾക്ക് എത്രയാ? ഒരാൾക്ക് നോക്കുമ്പോൾ പ്രതിശീർഷ വരുമാനം നോക്കുമ്പോൾ 132 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. പക്ഷെ 4ാം ലോക ശക്തിയാണെങ്കിലും 132ാമതാണ് ഒരാളുടെ വരുമാനം എടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്നത്. തീർന്നില്ല. ഇന്ത്യ നല്ല രീതിയിൽ വളരുന്നുണ്ട്. 4ാം സ്ഥാനത്തേക്ക് വളരാന്ന് വെച്ചാൽ മൊത്തം എടുത്താൽ സാമ്പത്തിക വളർച്ച മറ്റ് രാജ്യങ്ങളെക്കാൾ വേഗതയിലാണേ. അല്ലെങ്കിൽ 4ാം സ്ഥാനത്ത് എത്താൻ പറ്റില്ലല്ലോ. നമ്മൾ പലരെയും മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിവിടെ ഉത്തരം ചോദിക്കാൻ പോകുന്നത്, ഈ വളർച്ചയുടെ നേട്ടം ജനങ്ങൾക്കുണ്ടോ? ഈ ജനങ്ങൾക്കൊക്കെ വല്ല അപകർഷം കിട്ടിയാൽ പോലും മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടോ? ഞങ്ങളൊരു 10-12 സൂചകങ്ങൾ, ഡെവലപ്മെൻറ്റ് ഇൻഡീസസ് താരതമ്യത്തിന് വെക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ദാറ്റ്സ് ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 132ാം സ്ഥാനം. മോഡി അധികാരത്തിൽ വന്നപ്പോൾ 130 ഐക്യരാഷ്ട്രസഭയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് 126. മുമ്പ് 2014 117. ലഗാറ്റം പ്രോസ്പെരിറ്റി ഇൻഡെക്സ് ഇന്ത്യ 103, 99. ജോർജ് ടൗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സുരക്ഷാ സൂചിക ഇന്ത്യ 148ാം സ്ഥാനമാണ്. അതാണ് ഏറ്റവും പിന്നോട്ട് പോയിട്ടുള്ള കാര്യം. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ജെൻഡർ അകല സൂചിക 135. ജെൻഡർ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ത്യ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് വീഴും. ദെൻ ഹങ്കർ ഇൻഡെക്സ് 107. സേവ് ചിൽഡ്രൻ ഫോറത്തിൻ്റെ ചൈൽഡ് ഇൻഡെക്സ് 118. ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് 103. സ്ത്രീകൾക്ക് ഏറ്റവും അപകടകരമായ രാജ്യം ഇന്ത്യയാണ് കേട്ടോ, 1ാം നമ്പർ രാജ്യം. ഇവിടെ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ പുറകിലാണ്. ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ് ഫോർ ഇന്ത്യ. ആൻഡ് ഇറ്റ് വാസ് 4th പ്ലേസ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെക്കാൾ താഴെയായിരുന്നു അഫ്ഗാനിസ്ഥാനുമല്ല. കഴിഞ്ഞൊരു 4 വർഷത്തിനിടയിൽ, 10-12 വർഷത്തിനിടയിൽ നമ്മൾ 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ആരോഗ്യ സൂചിക 120. മാനവ മൂലധന സൂചിക ലോകബാങ്കിൻ്റെത് 116. സുസ്ഥിര വികസന സൂചിക 121. സോ എന്താ ഈ ഡാറ്റ കാണിക്കുന്നത്? ഏതെങ്കിലും ഒരു സൂചകമല്ല ഈ പറയുന്നത്. എനി ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇന്ത്യ അറ്റ് ദ ബോട്ടമാണ്. ബോട്ടമാണെന്ന് മാത്രമല്ല, ആ സ്ഥാനം പിന്നെയും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു വശത്ത് എക്കണോമിക് ഗ്രോത്ത് വേഗത കൂടി. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ 1% നെഹ്റു ഭരിച്ചപ്പോൾ 3.5%, രാജീവ് ഗാന്ധി ഭരിച്ചപ്പോൾ 5%. പിന്നെ അടുത്ത ഘട്ടം നമ്മുടെ പരിഷ്കാരങ്ങൾ ഘട്ടത്തിൽ 7.5 8%. മോഡി വന്നതിന് ശേഷം താഴേക്കും മണ്ടത്തരങ്ങൾ കൊണ്ടുപോകുന്നുട്ടോ, ആ നോട്ട് നിരോധനം എല്ലാം വെച്ചിട്ട്. ബട്ട് സ്റ്റിൽ യെറ്റ് ഇന്ത്യ 6% ഉണ്ട്,
ചൈന പോലും അതിൻ്റെ തൊട്ട് പുറകിലാണ്. ഈ കണക്ക് എത്ര ആറുണ്ടോ എന്നൊക്കെ ഒരു അവിടെ തർക്കമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇന്ത്യ നന്നായിട്ട് വളരുന്നുണ്ട് താരതമ്യം എന്ന് വെച്ചോളൂ. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ, നമ്മുടെ അത്രയും വളരാത്ത, വേഗതയിൽ വളരാത്ത രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് കിട്ടുന്ന ക്ഷേമ നേട്ടങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് സർവ്വ സൂചകങ്ങളും വെക്കും. ഈ ഒരു കണക്ക് കൂടി നോക്കിക്കോ കേട്ടോ. ചൈനയും ഇന്ത്യയും തമ്മിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ താരതമ്യം, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ രണ്ടുപേരും ഏതാണ്ട് തുല്യോ. ചൈന 163, ഇന്ത്യ 160. പിന്നെ പതുക്കെ അകലാൻ തുടങ്ങി. 1980 ആയപ്പോൾ ചൈന 475, ഇന്ത്യ 296. ഇപ്പം ചൈന 726, ഇന്ത്യ 577. നേരത്തെ ഡൈവർജൻസ്. ഇത് നോക്കിക്കേ, ചൈനയിലും അസമത്വം കൂടുന്നുണ്ട്, അസമത്വം കുറയുന്നൊന്നുമല്ല. പക്ഷേ ചൈന ഇത്രയും വേഗതയിൽ വളർന്നിട്ടും ഏറ്റവും സമ്പന്നരായിട്ടുള്ള 10% പേരെടുത്തിട്ടെങ്കിൽ ചൈനയുടെ ദേശീയ വരുമാനത്തിൻ്റെ 40% വരത്തുള്ളൂ. ഇന്ത്യയിൽ 60% അവരുടെ കൈവശമാണ്. തൊഴിൽ നോക്കിക്കേ, ഓർത്തോ നിർവചനം. ജീവിതനിലവാരം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? തൊഴിൽ, കൂലി, സർക്കാരിൻ്റെ ഇടപെടൽ എങ്ങനെ തുടങ്ങിയവയാണ്. തൊഴിൽ നോക്കിക്കേ, പുരുഷന്മാരുടെ തൊഴിലെടുത്തിട്ടുണ്ടെങ്കിൽ ചൈനയും ഇന്ത്യയും ഏറ്റവും അവസാനത്തെ 2 കോളങ്ങൾ ചുവപ്പ് ചൈന, ഇന്ത്യ നീല, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ അതിൻ്റെ തൊട്ട് ഇടതുവശത്തുള്ള 2 കോളം എടുത്ത് താരതമ്യപ്പെടുത്തിക്ക്. ചൈന, ഇന്ത്യ സ്ത്രീകളുടേതാണ്. ചൈനയിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തൊഴിൽ പങ്കാളിത്തത്തിൽ വലിയ വ്യത്യാസമില്ല. ഇന്ത്യയിലോ പുരുഷന്മാർ ഏതാണ്ട് 70% ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾ അവർ 30% താഴെയാണ്. പുരുഷൻ്റെ പാതി. യെസ്, ആൻഡ് ദിസ് ദ പെർ ക്യാപിറ്റ ഇൻകം. എനിവേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഓൾ ദാറ്റ് ഐ വാണ്ട് ടു പോയിന്റ് ഈസ്, ഇത് ഇന്ത്യയുടെ വേഗത കൂടുന്നുണ്ട്, ചൈനയുടെ വേഗതയിലൊന്നും വളരുന്നില്ലെങ്കിലും വേഗത കൂടുന്നുണ്ട്. ബട്ട് ചൈനയും ഇന്ത്യയും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കിക്കേ. ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ കാര്യത്തിൽ, അസമത്വത്തിൽ, മാനവ വികസന സൂചികയിൽ, തൊഴിൽ ലഭ്യതയിൽ, പെർ ക്യാപിറ്റ ഇൻകത്തിൽ. ഇപ്പം നമ്മുടെ വിമർശനം അതാണ്. അടിസ്ഥാനപരമായിട്ട് വളർച്ചയുടെ വേഗത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, അതുണ്ടാവും. അതിൻ്റെ നേട്ടം ജനങ്ങൾക്കില്ല. നേട്ടം മുഴുവൻ ഒരുപടി ആളുകളുടെ വശം പോകുന്നു. എനി ക്വസ്റ്റ്യൻസ് യു വാണ്ട് ടു റേസ്, യു ക്യാൻ റേസ്. Somebody give the mic. Clarification only. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. Somebody must carry the mic. ബാബുജി കൊടുക്കും. ചൈനയും ഇന്ത്യയും താരതമ്യപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ ഈ ട്രംപിൻ്റെ താരിഫ് 50% താരിഫ് വന്ന സമയത്ത് നമ്മുടെ MP ദ ഹിന്ദുവിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അതായത് ഈ താരിഫ് ഇന്ത്യയെ അധികം ബാധിക്കില്ല, ചൈനയാണ് ബാധിക്കുക. ഡീകോഡ് ആൾ ചൈനയെ ഡീകോഡ് ചെയ്തിട്ടാണ് ആ ലേഖനം. അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ്. നമ്മുടെ വിഷയത്തിൽ നിന്ന് അങ്ങ് വളരെ മാറിപ്പോവും. ഇപ്പം ട്രംപിൻ്റെ ഇപ്പോൾ ഉള്ള ടാരിഫ് നടപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. 50%, 50% താരിഫ് കൊടുക്കണം. അത് അമേരിക്കയിലുള്ള കയറ്റുമതിയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും.
ചൈനക്ക് എത്രയാ? നല്ലൊരു ശതമാനം ഉൽപ്പന്നങ്ങളുടെ മേൽ തീരുവയില്ല. കൊടുക്കേണ്ട തീരുവ 20% താഴെയാണ്. സോ വളരെ പ്രകടമാണ് ദാറ്റ് ഇത് ഇപ്പോൾ ഇന്ത്യയാണ് ബാധിക്കുക. ഇനി എങ്ങനെയാണ് വരാൻ പോണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാട്ടോ. എന്തിനാ ഇന്ത്യ ഇങ്ങനെ പിടിക്കണേ? ഇന്ത്യയെ പിടിക്കുന്നത് നിങ്ങൾ റഷ്യയിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ നിരോധിക്കും, ഉപരോധം തന്നെ ഏർപ്പെടുത്തി കളയുമെന്നാണ് പറയണേ. ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. അവരൊക്കെ അമേരിക്കക്കാൾ നല്ല വേഗതയിൽ വളരുകയാണ്. അവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അമേരിക്കക്ക് വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ ലോക നാണയം ഡോളർ, അതിനെ ചലഞ്ച് ചെയ്യുന്നതിലേക്ക് ഇവർ എത്തിച്ചേർന്നേക്കാം. അതിൽ ലുലു എന്ന് പറയുന്ന ബ്രസീലുകാരന് എപ്പോഴും ഇത് തന്നെയാണ് ജ്വരം. അതുകൊണ്ട് ഇതിനെ ഭിന്നിപ്പിക്കണം. സോ ഭിന്നിപ്പിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് കാണുന്ന ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ആഞ്ഞടിക്കുന്നത്. ഇതുവരെയും ഇന്ത്യ അങ്ങോട്ട് കീഴടങ്ങിയിട്ടില്ല. അതിന് പകരം നിങ്ങൾ അധികം വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കളയും എന്നുള്ളൊരു വർത്തമാനത്തിലാണ്. ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് അത് ബന്ധപ്പെട്ടതല്ല. യെസ്, വിഷയത്തിൽ നിൽക്കണം കേട്ടോ. സർ, ഈ സാമ്പത്തിക അസമത്വം ലോകത്തെ ഒരുമാതിരി എല്ലാ മാർക്കറ്റ് ഇക്കണോമി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലും കൂടി വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇന്ത്യയിൽ മാത്രമല്ലല്ലോ. അങ്ങനെ ഞാൻ വായിച്ചു പല ആൾക്കാരുടെയും ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ. ഞാനൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇന്നത്തെ ലോക സാമ്പത്തിക പ്രവണതകളുടെ ഒരു മുഖ്യ വശം അസമത്വത്തിൻ്റെ വർധനയാണ്. അത് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഇരിക്കുകയാണ്. എന്തതിന് കാരണം? ഒരു വശത്ത് മനുഷ്യൻ്റെ ഉൽപാദന കഴിവ് സീമാതീതമായി ഉയർത്തുന്ന എത്രയോ പുതിയ പുതിയ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ വരുന്നു. AI, എന്ത് വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പണ്ടിപ്പം ഞാനെടുക്കുകയാണെങ്കിൽ ഒരു പേപ്പർ എഴുതണമെന്നുണ്ടെങ്കിൽ അയ്യോ എത്ര ദിവസത്തെ സെർച്ചാണ്, ലൈബ്രറി സെർച്ചാണ്. അപ്പോൾ നോക്കുക ഇൻഡെക്സ് ഒക്കെ ഉണ്ടെങ്കിലും വായിച്ച് നോക്കിയെടുക്കുക. നമ്മൾ ഇവരോട് പറഞ്ഞു വെച്ചാൽ മതി, ഇന്ന പ്രോബ്ലം സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പേപ്പറുകളെല്ലാം കാണട്ടെ, ആ പേപ്പറുകളുടെ നിഗമനങ്ങൾ എഴുതുക, അല്ല കണക്ക് കൂട്ടിത്താ. ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച എടുക്കുന്ന ലിറ്ററേച്ചർ സെർച്ച് ഈസ് കംപ്ലീറ്റഡ് ഇൻ 1 day. അപ്പം മനുഷ്യൻ്റെ ഉൽപാദന കഴിവ് ആ രീതിയിൽ ഉയരുകയാണ്. സോ മച്ച് സോ മനുഷ്യനെല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാമെന്ന് AI വരുന്നു. എല്ലാവർക്കും പേടിയാണ്, എന്താ സംഭവിക്കും, വേണം തൊഴിൽ പോകുമോ ഇല്ലെന്ന്. എന്തിന് തൊഴിൽ പോകണം? ഇപ്പം 5 ദിവസം പണിയെടുക്കണ മനുഷ്യൻ 2 ദിവസം പണിയെടുത്താൽ മതി. ആഴ്ചയിൽ 2 ദിവസം പണി, 5 ദിവസം മനുഷ്യൻ സാഹിത്യം വായിക്കാം, സിനിമ കാണാം, നാടകം കാണാം, ചിത്രം വരക്കാം, പാട്ട് പാടാം, ഇങ്ങനെ പോകണം. പക്ഷെ 2 ദിവസത്തെ അധ്വാനം മതി മനുഷ്യന് ജീവിക്കാനായിട്ട്. ബാക്കിയൊക്കെ അവന് ഈ സാംസ്കാരിക മണ്ഡലത്തിൽ വ്യാപരിക്കാം. അപ്പോഴാണ് മാർക്സ് പറഞ്ഞ ആവശ്യകതയുടെ ലോകത്ത് നിന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് പോണത്. നമ്മളതിൻ്റെ പടിവാതിക്ക് വന്ന് നിൽക്കുകയാണ്. പക്ഷെ എന്തുണ്ടാവുന്നത്, ഈ സമ്പത്തിൻ്റെ വർധനയുടെ നേട്ടം മുഴുവൻ ഒരാളുടെ ഏതാനും പേരുടെ പിടിയിൽ ഒതുങ്ങുമ്പോൾ അസമത്വം കൂടുന്നു. ബാക്കിയുള്ളവർക്ക് വേണ്ടത്ര വരുമാനം കിട്ടുന്നില്ല, അവരുടെ തൊഴിൽ തന്നെ നഷ്ടപ്പെടുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഈ ഉയർന്ന ഉൽപാദന കഴിവില്ലേ, അതുണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ആളില്ല. ലോകത്തിൻ്റെ സാമ്പത്തിക വളർച്ച നമ്മൾ പ്രതീക്ഷിക്കും, ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോൾ അതിവേഗത്തിൽ കുതിച്ചുയരുമെന്ന്. പക്ഷെ അതിന് പകരം മന്ദീഭവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഉൽപ്പാദന ശക്തികളെ ഉൾക്കൊള്ളുന്നതിന് ഇന്നത്തെ മുതലാളിത്ത ഉൽപ്പാദന ബന്ധങ്ങൾക്ക് കഴിയില്ല. ഇത് മാറണം. ഈ വ്യവസ്ഥ ഇന്നിപ്പോൾ ട്രംപൊക്കെ ഉണ്ടെങ്കിലും നാളെ ഉണ്ടാവില്ല. നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ അതെ, എനിക്ക് നമുക്ക് എന്തായാലും ദേശീയ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് എത്താം. അപ്പോൾ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ
നമ്മളിപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളിലും, ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ ആണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ ആണെങ്കിലും ഒക്കെ കാര്യങ്ങളിലും എപ്പോഴും ഒന്നാം സ്ഥാനം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാനവ വികസന സൂചികയിൽ അല്ലെങ്കിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഇതിനകത്ത് അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ വീണ്ടും ഉയർന്ന തലത്തിലാണ്. അതിൽ തന്നെ തദ്ദേശ ലോക്കലൈസേഷൻ ഓഫ് SDGs അതിലും മാതൃക എന്ന് തന്നെയാണ് കഴിഞ്ഞ ഇക്കണോമിക് സർവേയിൽ പോലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള കേരളം എങ്ങനെ ഇങ്ങനെയായി, അല്ലെങ്കിൽ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് സീ കേരളം വ്യത്യസ്തമാണോ എന്നുള്ളത്. നമ്മൾ ഇതുവരെയും കണ്ട കാര്യത്തിൻ്റെ ഒരു രേഖാചിത്രമാണ്. ഇതാണ് കുസ്നെറ്റ്സ് കർവ് എന്ന് പറയുന്നത്. സൈമൺ കുസ്നെറ്റ്സ് നോബൽ സമ്മാനം നേടിയ ഒരു വലിയ പണ്ഡിതനാണ്. അപ്പോൾ സാമ്പത്തിക വളർച്ചയും എക്സ് ആക്സിസിൽ കാണുന്നത് സാമ്പത്തിക വളർച്ചയാണ്, വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് അസമത്വമാണ്. അസമത്വം എങ്ങനെ മാറും? സാമ്പത്തിക വളർച്ച ഉണ്ടാവുമ്പോൾ അസമത്വം കൂടും എന്നാണ് അത് സിദ്ധാന്തിച്ചത്. ആ രേഖ ഇങ്ങനെ ഉയരുന്നത് കണ്ടില്ലേ? അങ്ങനെ ഉയർന്ന് അതിൻ്റെ ഉച്ചിയിൽ എത്തിക്കഴിയുമ്പോഴോ പിന്നെ കുറഞ്ഞു തുടങ്ങും. ധൃതി പിടിക്കരുത്, അസമത്വം കൂടും, അത് സ്വാഭാവികമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു തുടങ്ങും. ഇതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതാണ് അംഗീകൃത രീതി. യൂറോപ്പിലൊക്കെ സംഭവിച്ചത് ഇങ്ങനെയാണ്. കേരളം വ്യത്യസ്തമാവുന്നു. എങ്ങനെ? നോക്ക്, ഇന്ത്യയുടെ ഭൂപടമാണ്. മാനവ വികസന സൂചികയിൽ ഓരോ സംസ്ഥാനവും എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കേരളം എത്രയാ? 8.14 കേരളത്തിൻ്റെ സൂചിക. ഇന്ത്യയുടെ ശരാശരി 6.99. ഇപ്പോഴല്ല, കുറച്ചധികം നാളായിട്ട് നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ മികവൊന്നും ഇല്ലായിരുന്ന കാലത്ത് പോലും കേരളത്തിലെ സാധാരണക്കാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയെന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3 രീതിയിൽ. ഓർത്തോ, വികസനം എന്തെന്ന് പറഞ്ഞതിനെക്കുറിച്ച് കൂലി കൂടണം. യെസ്, ഉയർന്ന കൂലി 250 രൂപയാണ് ഒരു കർഷക തൊഴിലാളിക്ക് ഗുജറാത്തിൽ. നമുക്കിവിടെ 800 ഉണ്ട്. ചെറിയ വ്യത്യാസമല്ല. കൂലി വർധന എന്ന് വെച്ചാൽ വരുമാനത്തിൻ്റെ പുനർവിതരണമാണ്. 2, ഭൂപരിഷ്കരണം. ഭൂമി സ്വത്ത് ഇല്ലാത്തവന് ഉള്ളവനിൽ നിന്ന് എടുത്തു കൊടുത്തു. ഭൂസ്വത്തിൻ്റെ പുനർവിതരണമാണ് ഭൂപരിഷ്കരണം. പിന്നെ മാറി മാറി വന്ന സർക്കാരുകൾ അവരെല്ലാവരും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിലുമെല്ലാം നോക്കി. ആരാണ് കൂലി ഉയർത്തിയത്? ട്രേഡ് യൂണിയനുകളാണ്. ആരാണ് ഭൂപരിഷ്കരണം കൊണ്ടുവന്നത്? കർഷക പ്രസ്ഥാനങ്ങളാണ്. ആരാണ് ഈ വിദ്യാഭ്യാസ ആരോഗ്യ പുരോഗതിയുടെയൊക്കെ പിന്നിൽ? അയ്യോ, പ്രജാവത്സര തൽപരരായിട്ടുള്ള രാജാക്കന്മാരും വല്ലതും ആണോ? ഇല്ലെന്ന് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരു മുതലുള്ളവരുടെ സമരങ്ങളുടെ ഫലമായിട്ട് താഴത്തുനിന്നുള്ള ജനങ്ങളുടെ ജനകീയ ഇടപെടലിൻ്റെ ഫലമായിട്ട് മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഇങ്ങനൊരു നിലപാട് എടുക്കേണ്ടി വന്നു. എന്താ ഞാൻ പറയാൻ ശ്രമിച്ചതെന്നറിയോ? ജനങ്ങൾക്ക് അനുകൂലമായ പുനർവിതരണത്തിൻ്റെ അടിസ്ഥാനം എന്താ? ജനകീയ പ്രസ്ഥാനങ്ങളാണ്, അവരുടെ പോരാട്ടങ്ങളാണ്. ഈ പോരാട്ടങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ടൊരു ജീവിതം നൽകിയത്. സോ ഞാൻ വലിയൊരു ചരിത്രം 2-3 സ്ലൈഡിലങ്ങ് നിർത്തി. ഇഫ് യു ഹാവ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ റേസ്. മൈക്ക് കൊടുക്കണത്. അല്ല, സഖാവ് പറഞ്ഞു ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. ടാറ്റയുടെയും ഹരിസം മലയാളത്തിൻ്റെയും കയ്യിൽ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലമാണ് ഇരിക്കുന്നത്. അതിന് കേസ് വാദിച്ച സുശീല ഭട്ടിനെ പിൻവലിച്ചു.
അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഭൂപരിഷ്കരണം നടപ്പിലാക്കുക? പിന്നെ തൊഴിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി. അന്ന സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പണിയെടുത്ത് ആത്മഹത്യ ചെയ്തു. ഈ ഐ എന്നുള്ള പറഞ്ഞ ഇതിൻ്റെ കോർപ്പറേറ്റുകൾക്ക് പണിയെടുത്തിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ഈ 2 ക്വസ്റ്റ്യനാണ് എനിക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്. അന്ന സെബാസ്റ്റ്യൻ. ദാറ്റ്സ് ഓൾ. രണ്ടാമത്തെ വളരെ എളുപ്പമാണ് കേട്ടോ. ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അതുകൊണ്ട് നമുക്ക് അനുകൂലമായ നിയമമുണ്ട്, അനുകൂലമായ സാഹചര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ട്രേഡ് യൂണിയനും വേണ്ട, സമരം വേണ്ട എന്നുള്ളത് ചിന്തിക്കേണ്ട. മുതലാളിത്തമാണ്. എപ്പോഴൊക്കെ എന്ത് സാഹചര്യം ഉണ്ടോ നമുക്ക് മുതലാളിക്ക് തൊഴിലെടുപ്പിക്കുന്നതിന് കൂടുതലെടുക്കാൻ നോക്കും. അതിനെതിരായിട്ട് സമരം ഇന്നലെ നടന്ന് ഇന്നും നടക്കും, നാളെ നടക്കും. ദാറ്റ്സ് ആദ്യത്തെ ചോദ്യം ഒരു ഗൗരവമായ ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നത്, കേരളത്തിലെ ഭൂപരിഷ്കരണം ഈ പറയുന്ന പോലെ സമഗ്രമായിരുന്നു, പ്ലാന്റേഷൻ മേഖല മാറിയില്ലേ? ഈ ഭൂപരിഷ്കരണം നടപ്പാക്കിയത് വിപ്ലവം കഴിഞ്ഞിട്ടല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിലാണ്. ആ ഭരണഘടന പ്രകാരം നിങ്ങൾക്ക് വിദേശ മൂലധനത്തിനെ, അന്ന് ഹാരിസൺ മക്വാം അന്ന് അവരുടെ ഉടമസ്ഥയിലായിരുന്നു, ദേശസാൽക്കരിക്കാനോ ഏറ്റെടുക്കാനുള്ള അവകാശമില്ല. ഈ തർക്കത്തിൻ്റെ പുറത്താണ് 57 തന്നെ സർക്കാർ വന്നപ്പോൾ തുടങ്ങിയതാണെങ്കിലും 59 വേണ്ടി വന്നു നിയമം പാസ്സാക്കാൻ, പ്രസിഡന്റ് അയക്കാൻ. തന്നില്ലെന്നുള്ള വേറെ കാര്യം. ഒരു കാതലായ പ്രശ്നം ഇതായിരുന്നു. സോ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു. 2, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കൃഷിക്കാരായിട്ടുള്ളവർക്ക്, കുടിയാന്മാർക്ക് ഭൂമി കിട്ടി. കർഷക തൊഴിലാളികൾക്കെല്ലാം ഭൂമി കിട്ടിയില്ല. എങ്ങനെ കർഷക തൊഴിലാളിക്ക് ഭൂമി കൊടുക്കാൻ തീരുമാനിച്ചത്? ഈ ഭൂമി കിട്ടുന്ന കുടിയാന്മാർക്ക് 15 ഏക്കറിൽ കൂടുതലുണ്ടെങ്കിൽ ആ ഭൂമി സർക്കാരിൻ്റെതായിരിക്കും. ആ മിച്ചഭൂമി എടുത്തിരുന്നെങ്കിൽ അന്നത്തെ കണക്ക് പ്രകാരം കർഷക തൊഴിലാളിക്ക് ഭൂമി കൊടുക്കാനുണ്ട്. എന്നാൽ ആ സർക്കാർ അട്ടിമറിക്കപ്പെട്ടു. പിന്നെ 71 നിയമം പാസ്സാവുന്നത്. അപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? കേരളത്തിലെ ചരിത്രത്തിൽ ഭൂവിക്രയങ്ങൾ ഏറ്റവും വർദ്ധിച്ചൊരു കാലമാണത്. ഈ മിച്ചഭൂമിയെല്ലാം വിറ്റ് കാശാക്കി. അതുകൊണ്ടാണ് ഈ വൈകല്യം വന്നത്. സോ ഇതിപ്പോൾ ചൈനയിലൊക്കെ നടന്നു പോലുള്ള സമൂലമായിട്ടുള്ള ഒരു മാറ്റമാണെന്ന് കരുതരുത്. പക്ഷേ ഈ പരിമിതിക്കുള്ളിൽ തന്നെ ഈ എന്താ മാറ്റം? 10% താഴെ ആളുകളുടെ കയ്യിലായിരുന്നു 70% ഭൂമി. ആ ഭൂമി കേരളത്തിലെ 60% ആളുകൾക്കായിട്ട് വിതരണം ചെയ്തു. ചെറിയ മാറ്റമല്ല. 2 വ്യത്യാസം കാണാം, പ്രത്യാഘാതങ്ങൾ. ഒന്ന്, മലബാറും തിരുക്കൊച്ചും തമ്മിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ സെൻസസ് തുടങ്ങിയ കാലം മുതൽ തിരുക്കൊച്ചിയും മലബാറും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭൂപരിഷ്കരണം കഴിഞ്ഞ് 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് ഒപ്പമായിരുന്നു. ആരോഗ്യ മേഖലയിലുള്ള കുതിപ്പ്. 2, ഈ കർഷക തൊഴിലാളികൾക്ക് കുടികിടപ്പ് കിട്ടിയുള്ളൂ എന്നുള്ള ശരി. പക്ഷേ കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ സാമ്പത്തിക അടിത്തറ തോണ്ടിയത് ഈ ഭൂപരിഷ്കരണം. ഇത്ര പേരെ ദുർബലമായത് കൊണ്ട് ഭൂപരിഷ്കരണത്തിന് ഈ പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണാൻ പാടില്ല. അപ്പോൾ ഇതിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. ഇനി പിന്നെ അടുത്ത റൗണ്ടിലാക്കട്ടെ. ഇതിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. സത്യത്തിൽ ഈ ഭൂപരിഷ്കരണമൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ജന്മിത്ത കേരളത്തിൽ നിന്ന് നവകേരളത്തിലേക്ക് എന്നുള്ളൊരു മാറ്റമാണ്. അതിൽ തന്നെ ഭൂപരിഷ്കരണത്തിൻ്റെ ആദ്യ ഘട്ടമെന്ന് പറയുന്നത് ഈ നേടിയ ഭൂമി നേടിയതെന്ന് മാത്രമല്ല, അതുണ്ടാക്കിയ ലാൻഡ് റിലേഷൻസ്, അതിലുണ്ടാക്കിയ മാറ്റമാണ്. അതിൽ ആദ്യമുണ്ടായ മാറ്റം എന്ന് പറയുന്നത് കുട്ടികളെ സ്കൂളിൽ അയച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം. മൈക്കിൾ സാറിൻ്റെ പേപ്പർ അതാണ് പറയുന്നത്. അതായത് ആദ്യം ചെയ്തത് കൃഷി ചെയ്യല്ല, അതുവരെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പോലും അവകാശമില്ലാത്ത കുടിയാന്മാർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിലേക്കാണ് പോകുന്നത്. അതിനുശേഷം വിദ്യാഭ്യാസം, ഇങ്ങനെ പിന്നെയാണ് നമ്മൾ സാക്ഷരത വരുന്നു, ജനകീയാസനം വരുന്നു, അങ്ങനെയൊക്കെ പോവാം. ഞാനിത് നാടകീയമായിട്ട് കണ്ടൊരു സന്ദർഭമുണ്ട്. പണ്ടൊന്നുമല്ല, 93
കല്യാശ്ശേരി പരിഷത്തിൻ്റെ ഒരു പഠനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാശ്ശേരിയിലെ ഭൂവുടമസ്ഥതയെക്കുറിച്ചുള്ള പഠനം അത് നടത്തിയ ഞാനാണ്. അപ്പോൾ പഴയ സർവേ സെറ്റിൽമെൻറ്റ് ആഫീസിൽ പോയിട്ട് അവിടെ കാണാം നമുക്ക് ആര് കൈവശമായിരുന്നു സെറ്റിൽമെൻറ്റിലെ ഭൂമിയെന്ന്. അവിടുത്തെ 80% ജനങ്ങളും പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവരാണ്. ഈഴവർ, തീയര്, പിന്നെ മുസ്ലിം, പട്ടിക ജാതിക്കാർ. പക്ഷേ ഒരു ദേവസ്വം 2-3 നമ്പ്യാർ ജന്മിഗൃഹങ്ങൾ ഇവരുടെ കൈവശമാണ് മുഴുവൻ ഭൂമിയെന്ന്. അന്ന് ഞങ്ങൾ നടത്തിയ സർവേയിലോ ഈ വിഭാഗങ്ങൾക്കെല്ലാം കുടികിടപ്പെങ്കിലും ഉണ്ട്. ഈ ഭൂമി എന്ന് പറയുന്നത് ഏതാനും കുടുംബങ്ങളിൽ നിന്ന് ഇവരിലേക്ക് മാറി. അത് കല്യാശ്ശേരിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്ത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പഠനത്തിൻ്റെ ആദ്യ അധ്യായം. അതുകൊണ്ട് സംശയം വേണ്ട, ഇത് കേരളത്തെ ഏറ്റവും ഗാഢമായിട്ട് സ്വാധീനിച്ചൊരു കാര്യമാണ്. നമ്മുടെ വാദം ഇത്രയേ ഉള്ളൂ, ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. ഇന്ത്യയുടെ വികസന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയ്ക്ക് അടിസ്ഥാനം തൊഴിലാളികളും കൃഷിക്കാരും ജനങ്ങളും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് കൂലിയും ഭൂമിയും വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യങ്ങളും നേടിയതാണ്. പുനർവിതരണ വികസന തന്ത്രം, അതാണ് ഈ മാറ്റങ്ങൾക്കും നേട്ടങ്ങൾക്കും അടിസ്ഥാനം. ഈ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റൊരു വാദമുണ്ട്. കേരളം ഇങ്ങനെ ആയത് ഈ പ്രവാസം കൊണ്ടല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ചുകൂടെ തെക്കായിട്ട് വരുന്നിടത്ത് കൂടുതലും പ്രവാസികളുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ പ്രവാസം ജീവിതം കൊണ്ടാണ് കേരളമായത് എന്നൊരു ഇതാണ്. പ്രവാസമാണ് ഭൂപരിഷ്കരണം കഴിഞ്ഞാൽ കേരളത്തെ ഏറ്റവും സ്വാധീനിച്ച ഒരു ഘടകമെന്ന് പറയുന്നത്. ഈ പട്ടിക നോക്കിക്കേ, അധികം കണക്കൊന്നും നോക്കണ്ട, ആദ്യത്തെ 2 വരി മാത്രം നോക്കിയാൽ മതി എളുപ്പത്തിന് വേണ്ടി. 87 മുമ്പ് നമ്മൾ 2.9% വെച്ചാൽ ഓരോ വർഷവും വളർന്നുകൊണ്ടിരുന്നത്. എന്നാൽ 88 മുതൽ 2018 വരെ കാലെടുത്താൽ നമ്മൾ 6.7%, മുമ്പ് വളർന്നതിൻ്റെ ഇരട്ടി വേഗതയിൽ. പ്രതിശീർഷ വരുമാനം എത്ര വളരുന്നു? 1% താഴെയായിരുന്നു. അത് 6 മടങ്ങ് വേഗതയിലാണ് കുതിക്കണേ. ഒരു 88 മുമ്പും 88 ശേഷവും കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് വളരെ പ്രകടമായ വ്യത്യാസം. 57 കേരളം എന്താണ്, 25 കേരളം എന്താണ്? ജസ്റ്റ് കമ്പാരിസൺ നോക്കിക്കേ. താഴ്ന്ന വരുമാനം ഇന്ന് ഇന്ത്യ 25% താഴ്ന്നതായിരുന്നു ശരാശരി വരുമാനം മലയാളിയുടേത് 57. ഇന്ന് 60% മുകളിലാണ്. 2, താഴ്ന്ന ഉപഭോഗം. ഞാൻ MPhil പഠിക്കാൻ വേണ്ടി CDC ചേർന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്തെന്നറിയാം, ഈ മലയാളി എങ്ങനെ ജീവിക്കണത്. പക്ഷെ അവിടെ എല്ലാം സംസ്ഥാനത്തു നിന്നുള്ള ആളുകളുണ്ട്. പ്രൊഫസർ PJK പണിക്കർ അന്നത്തെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഫുഡ് ബാലൻസ് ഷീറ്റ് ഓഫ് കേരള ഉണ്ടാക്കി. അങ്ങനെ കേരളം ഫുഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു, ഈ സർവേയിൽ നമ്മുടെ മാങ്ങയും ചക്കയൊന്നും പെടുത്തിയിട്ടില്ല, പറമ്പിലുണ്ടാവുന്ന പറിക്കുന്നത്. അതുകൂടി പെടുത്തിക്കഴിഞ്ഞാൽ മലയാളി പട്ടിണി ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് പ്രഹേളികയായിരുന്നു. ന്യൂട്രീഷൻ സർവേയിൽ വീട്ടിൻ്റെ നമ്മുടെ പറമ്പിലുണ്ടാവുന്ന ഇങ്ങനെ സാധനങ്ങൾ കൂട്ടിയിട്ടില്ല. കപ്പ കൂട്ടി. പക്ഷേ ഈ മാങ്ങയും ചക്കയും അന്ന് സത്യം പറഞ്ഞാൽ ഞാനും ഈ ചക്കയും മാങ്ങയ്ക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നോ നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ ഭക്ഷണക്രമമേ മാറിയില്ലേ. ഏറ്റവും ഉയർന്ന ഉപഭോഗം പറഞ്ഞു, ഏറ്റവും താഴ്ന്ന സമ്പാദ്യമായിരുന്നു. എന്നാൽ ഇന്ന് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സമ്പാദ്യമുള്ള ഗ്രാമീണ കുടുംബങ്ങൾ കേരളത്തിലാണ്. അന്ന് താഴ്ന്ന നിക്ഷേപം ഇന്ന് വളരെ ഉയർന്ന നിക്ഷേപം. പക്ഷേ വ്യവസായത്തിലും കൃഷിയിലും അല്ല, വീടിലും മറ്റു കാര്യങ്ങളിലുമൊക്കെയാണ് പണം മുടക്കിയിട്ടുള്ളതെന്ന് മാത്രം.
അങ്ങനെ ഉൽപ്പാദനം കേരളത്തിൽ വളരാത്തതുകൊണ്ട് ഇന്ന് കേരളത്തിന് കമ്മിയാണ്. എല്ലാ സാധനവും പുറത്തുനിന്ന് വാങ്ങുകയാണ്, വ്യാപാര കമ്മി. അന്നങ്ങനെയല്ല കേട്ടോ, വലിയ വ്യാപാരം മിച്ചമായിരുന്നു, ഉയർന്ന ക്ഷേമമായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഉയർന്ന ക്ഷേമം. ഈ ഒരു മാറ്റം കൊണ്ടുവന്നത് ഈ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ശരിയാ. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ പ്രവാസമാണ്. 70-71 നാമമാത്രമാണ് റെമിറ്റൻസസ് നമ്മുടെ നാട്ടിൻ്റെ വരുമാനത്തിൻ്റെ ശതമാനമായിട്ട് കണക്കാക്കിയ. 75-76 നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ 2%, 86-87 13%, 96-97 25%, 2000-ങ്ങളുടെ മധ്യമായപ്പോഴേക്കും 30% മാറി. നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ പേരും അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഒരു 1/3 വരുന്ന തുക ഗൾഫിലുള്ള 20 ലക്ഷം പേര് നമുക്ക് അയച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് പ്രതിശീർഷ വരുമാനം ഇന്ത്യയിൽ 1,70,75,000, കേരളത്തിൽ 2,69,000. സോ നമ്മൾ വളർന്നു. അപ്പോഴും ചോദ്യമുണ്ട്, ഇതൊക്കെ പ്രവാസം വന്നുകൊണ്ടല്ലേ? ഞാനെന്താ പറയാന്നറിയാം, എന്തുകൊണ്ടാ ഗൾഫിൽ പോകാൻ കഴിഞ്ഞ്? ഇതേ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും കൂലിപ്പണിക്കാരനും അക്ഷരാഭ്യാസം ഉണ്ടെന്ന്, മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടെന്ന്, മാനവ വിഭവങ്ങളിൽ കേരളം നടത്തിയിട്ടുള്ള നിക്ഷേപമാണ് പോകാൻ. പണ്ടൊരു ചൊല്ലുണ്ട്, 8ഉം കൊട്ടും പഠിച്ച് പോകാം. ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മലയാളി 8ഉം കൊട്ടും പഠിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പട്ടണങ്ങളിൽ ജോലിക്ക് പോവുകയാണ്. ഉന്നജാതിക്കാരാ, താഴ്ന്ന ജാതിക്കാരല്ല കേട്ടോ. മേനോന്മാരും മേനോന്ന് വെച്ചാൽ കണക്കപ്പിള്ളയാണ്, പുറത്തല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. ആ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞത് പുറത്തേക്ക് പോകാനും അവിടെ ജോലി നേടാനും കഴിഞ്ഞു. നമ്മുടെ സ്വതന്ത്ര ഭാരതമായപ്പോഴേക്കും ഏറ്റവും കീഴ്ത്തട്ടിലുള്ളവർക്ക് പോലും ഈ വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യങ്ങളും കിട്ടിയതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വാദിക്കാം, ഇത് എക്സോജിനസ് അല്ല പ്രവാസം എന്ന് പറയുന്നത്. ഈ മന പോലെ ഗൾഫിൽ നിന്ന് പണം ഇങ്ങോട്ട് വീഴുന്നതല്ല, ഇത് എൻഡോജിനസ് ആണ്. നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഒരു അനന്തര ഫലമായിട്ടാണ് ഈ നേട്ടം ഉണ്ടായത്. ഞാനിതിനെ കുറച്ചുകൂടെ ഒന്ന് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾ കേരളത്തിന് വെളിയിൽ ജീവിച്ച ആളാണ്. അപ്പോൾ ഡൽഹിയിലും ഒക്കെ ആയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും. അപ്പോൾ അവിടെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റിൽ ജോലിക്ക് വരുന്ന സ്ത്രീ, അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു ഒഴിവുണ്ടെങ്കിൽ 12 വയസ്സായ മകൾക്ക് കയറി പറ്റാൻ പറ്റുമോ എന്നാണ് അവരുടെ സ്വപ്നം. അതിനപ്പുറത്തേക്കില്ല. ഞാൻ പറയുക, കേരളത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഗൾഫ് മാത്രമല്ല, അല്ലെങ്കിൽ പ്രവാസം മാത്രമല്ല, ഏതൊരു മേഖലയിലേക്കും കടന്നു ചെല്ലാൻ സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചു എന്നതാണ് ഞാൻ ഇതിനകത്ത് ഈ പറഞ്ഞ മാറ്റങ്ങളുടെയൊക്കെ കാര്യമായിട്ട് പറയുക. അബ്സല്യൂട്ട്ലി. നമ്മളിപ്പോൾ സാമ്പത്തിക ഇതുകൊണ്ട് ഈ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഏറ്റവും അവിസ്മരണീയമായ വികസന അനുഭവം എന്താണെന്നറിയാം. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും പ്രൊഫസർ മൈക്കിൾ തറയനും കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. ഞങ്ങൾ CDS ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടിയുള്ളൊരു കോഴ്സിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ എല്ലാത്തിനെയും പിടിച്ച് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാ, 21 രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാവരും അവിടത്തേക്ക് ചെറുപ്പക്കാരായ IAS-കാരാണ് എന്ന് വെച്ചോളൂ, ആ ലൈനിലുള്ളവരാ. അപ്പോൾ ഇവരെല്ലാം എടുത്ത് ഒരു എയർ കണ്ടീഷൻ KTDCയുടെ വാഹനത്തിൽ കയറ്റി ഒരു യാത്രയാണ്. പോണ വഴിക്കൊക്കെ നിർത്തി ലെക്ചർ ചെയ്യും, അങ്ങനെ അവിടം വരെ ലെക്ചർ ചെയ്യും, കാണിച്ച് വെറുതെ ക്ലാസ് മുറിയിലിരിക്കണ്ട. അപ്പോൾ തുടക്കം എപ്പോഴും കുട്ടനാട്ടിൽ നിന്നാണ്. കുട്ടനാട്ടിൽ R ബ്ലോക്കിൽ ചെല്ലും. എന്തിനാ പോണെന്നറിയാം? ഈ വികസനത്തിൻ്റെ പേര് ചെന്ന് നാടിനെ കുട്ടിച്ചോറാക്കിയിരുന്ന നല്ല അനുഭവമാണ് ഈ കുട്ടനാട്. എന്തെല്ലാം വികസനം എന്ന് പഠിപ്പിക്കാൻ അവിടെ കൊണ്ടുപോകണേ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും കർഷക തൊഴിലാളികളൊക്കെ വരും, എല്ലാവരും കൂടും. എല്ലാം നിറക്കാരും ഉണ്ടല്ലോ. അപ്പോൾ കൗതുകത്തിന് ആൾക്കാർ സ്വാഭാവികമായിട്ട് വന്നോളും. വന്നു കഴിഞ്ഞാൽ അവരോടുള്ളൊരു വർത്തമാനമൊക്കെയാണ്. അപ്പോൾ ഞാനാ തർജ്ജമ ചെയ്യുന്നത്.
അപ്പോൾ ഒരു കർഷക തൊഴിലാളി ഞങ്ങളുടെ നേട്ടങ്ങൾ സമരങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞപ്പോൾ നമ്മുടെ നൈജീരിയക്കാരനൊന്ന് ചൊറിഞ്ഞ്, ഇവൻ കുറച്ച് അഹങ്കാരിയാണല്ലോ. അപ്പം അയാൾ പറഞ്ഞ്, ഓ നിങ്ങൾ വലിയ കേവന്മാർ തന്നെ, പക്ഷെ പാടത്ത് നെല്ലല്ലല്ലോ പുല്ലാണല്ലോ വളരുന്നത്, പുല്ലെത്താനാ വരുന്നത് ഇവരെല്ലാവരും. അപ്പം ഈ നമ്മുടെ തൊഴിലാളിക്ക് മനസ്സിലായി ഇവന് വെച്ചതാണെന്ന്. അപ്പം അതുകൊണ്ട് കക്ഷി എഴുന്നേറ്റ് നിന്നിട്ടൊരു വർത്തമാനം, ഒരു പ്രസംഗം. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇയാൾ പറഞ്ഞ്, നിങ്ങളുടെ നാട്ടിലെ പോലെയല്ലേ ഇവിടുത്തെ കൃഷി, ഇവിടുത്തെ കൃഷി വെള്ളം നിങ്ങളുടെയൊക്കെ പാടത്തേക്ക് പമ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ. ഇതൊക്കെ IAS കാരന് അറിയാമോ എന്ന്. ആ മുരുക്കൻ്റെ മോനില്ലേ, അവനെ പിടിച്ച് മാനേജറാക്ക്, ശമ്പളം കൊടുക്കാം. എന്തായി പറയണേ, ഈ കുട്ടനാട്ടിൻ്റെ ചെളി വരുമ്പത്തിൽ നിന്നൊരു ചെറുമം പറയണേ, ഞാൻ തർജ്ജമ ചെയ്യുന്ന ആൾ. ഇപ്പം ഈ മുരുക്കൻ എങ്ങനെ തർജ്ജമ ചെയ്യുക ഇവൻ്റെ ലാംഗ്വേജ്? ഇത്രയും പാടശേഖരങ്ങളുടെ മുഴുവൻ അധിപനായിട്ടുള്ള മുരുക്കൻ്റെ മോനെ ബാല്യക്കാരനാക്കാന്നൊരു ചെറുന്ന് എന്ന് പറയണ്. അതാണ് കേരളം കേട്ടോ, അതാണ് കേരളം. ഈ വിദ്യാഭ്യാസവും സമരങ്ങളുമെല്ലാം ഇങ്ങനെ ആത്മാഭിമാനമുള്ളൊരു മനുഷ്യനുണ്ടാക്കി. ദാറ്റ്സ് ദ നെറ്റ് ബാലൻസ് ഷീറ്റ്. അല്ല, ഇത് പറയുമ്പോൾ ഇനി ക്വസ്റ്റ്യൻ ആയ ക്വസ്റ്റ്യൻ ആവും. ഒരു ചോദ്യം എടുക്കാം. ഇതാ ഇവിടെ അദ്ദേഹം കഴിഞ്ഞ തവണ ചോദിക്കാതിരുന്ന ഉയർന്ന തൊഴിലിന് വരുമാനം ട്രേഡ് യൂണിയൻ മുഖേനയാണ് കേരളത്തിലുണ്ടായതെന്നും ഗുജറാത്തിൽ 250 രൂപയാണ് കർഷക തൊഴിലാളിയുടെ വരുമാനമെന്ന് അങ്ങ് പറഞ്ഞു. ഈ ട്രേഡ് യൂണിയൻ എല്ലാം ഉണ്ടായിട്ടും 230 രൂപ കൂലി വാങ്ങുന്ന ആശ വർക്കേഴ്സ് കേരളത്തിൽ സമരം തുടങ്ങിയിട്ട് മുഖ്യധാര ട്രേഡ് യൂണിയനുകളെല്ലാം അതിനോട് മുഖം തിരിക്കുകയും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഭരണകക്ഷി ഉൾപ്പെടെ അതിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തപ്പോൾ നമ്മൾ ട്രേഡ് യൂണിയൻ രംഗത്ത് പിന്നോക്കം പോവുകയല്ലേ ചെയ്തത്? ഒരു പിന്തിരിപ്പൻ നിലപാടല്ലേ നമ്മൾ ആ സമൂഹത്തോട് ചെയ്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. ഞാൻ മന്ത്രിയായപ്പോഴേ 1000 രൂപയായിരുന്നു കേട്ടോ, അത് 6000 ആയിട്ട് ഇറക്കിയത്. അപ്പോഴ് ഒരു കഴിവുണ്ടെങ്കിൽ, സാധ്യതയുണ്ടെങ്കിലേ പാവങ്ങൾ കൊടുക്കാൻ ഒരു മടിയില്ല. വോട്ട് ചോദിച്ചപ്പോൾ 1000 രൂപ പെൻഷൻ എന്നല്ലേ പറഞ്ഞേ, 1600 ആക്കിയിട്ടല്ലേ ഇറങ്ങിയുള്ളൂ. ഇതുപോലെ ഓരോ വിഭാഗത്തിനും ആ നിലപാടുകാരാ. ഇപ്പം എന്താ, അന്നത്തെ സ്ഥിതിയല്ല. ഇങ്ങനെ 1600 2500 പെൻഷനാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പിന്നെ വേറെ ആൾക്ക് ഭരിക്കാൻ പറ്റുമോ? ആശ വർക്കേഴ്സിന് 6000 ആക്കിയെന്ന് 10000 ആക്കി കഴിഞ്ഞാൽ പിന്നെ ആശ വർക്കേഴ്സിൻ്റെ ചെറിയ സ്വാധീനമല്ല രാഷ്ട്രീയത്തിൽ, വീടുകളുമായിട്ട് ബന്ധപ്പെടുന്നവരല്ലേ. ഇത് തടയാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വെർച്വലി സംതിങ് ലൈക്ക് ദാറ്റ് ചെയ്യാ. ഒരു കാര്യം ഓർത്താൽ മതി, ദേശീയ വരുമാനം കൂടുന്ന മുറക്ക് 3% വെച്ച് വായ്പ എടുക്കാം. നമ്മുടെ വായ്പ വർദ്ധിക്കണം, ഏതാണ്ട് ഇരട്ടിയാവണം 5 വർഷം കൊണ്ട് വായ്പ. കേന്ദ്ര സഹായം ഇരട്ടിയായില്ലെങ്കിലും 60-70% ഉയരണം. എന്താ ഇപ്പം സ്ഥിതി എന്നറിയോ? 2021-22 കിട്ടിയതിനേക്കാൾ 30% കുറവാണ് ഈ വർഷം അനുവദിക്കുന്ന വായ്പ. കൂടുതലല്ല. കേന്ദ്ര സഹായമോ ഒരു 25% കുറവാ. വർധന പോട്ടെ. ഇങ്ങനെ ഇരിക്കുന്ന സർക്കാരിൻ്റെ മേൽ അത് ഈ കേന്ദ്രം ചെയ്തിട്ട് കേന്ദ്രത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല, നിങ്ങളങ്ങ് തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞ് സമരം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് കേട്ടോ. നമ്മൾ ശുദ്ധാത്മാക്കളൊന്നുമല്ല, ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ അറിയാം. ഇന്ത്യ രാജ്യത്ത് ആരാണ് ആശമാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണേ? ഏറ്റവും വലിയ സംഘടന CATU ആണ് ഇന്ത്യയിൽ. ഇന്നിപ്പോൾ ദേശവ്യാപകമായിട്ടുള്ള ക്യാമ്പയിനേക്ക് പോവുകയാണ്. കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ളവർ കേന്ദ്രം അവരെ ജീവനക്കാരായിട്ട് പോലും അംഗീകരിക്കാൻ തയ്യാറല്ല.
ഇത്രയും 2014 കാലത്ത് 10 പൈസ വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. വർദ്ധിപ്പിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. എന്നിട്ട് സംസ്ഥാനത്തിന് വരെ കുതിരയേറുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് അത് കൊടുത്തിട്ട് മതി ബാക്കി കാര്യം എന്നുള്ളതാണ് ചിന്ത. എൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിലെ എൻ്റെ ഏറ്റവും കോട്ട് ചെയ്യപ്പെടുന്ന പ്രസ്താവന ഇതാണ്: പാവങ്ങൾ കൊടുക്കാനുള്ള കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു. അത് തന്നെയാണ്. അപ്പോൾ ഇനിയും വർദ്ധിപ്പിക്കാനും യാതൊരു സംശയം വേണ്ട. പക്ഷേ ഈ രാഷ്ട്രീയം നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് ഇപ്പൊ അടുത്തേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിൽ കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളർച്ചയുണ്ട്, ക്ഷേമമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ്, ശരിയല്ല, ഒരുപാട് പുത്തൻ തലമുറ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? തൻ്റെ വീഡിയോ ഒക്കെ പോയി പിന്നെ വരാം, കുറച്ച് സമയം നോക്കണം. ഓക്കെ, ബോറടിപ്പിക്കരുതല്ലോ, കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിരുന്നു. ശരി, ഓക്കെ. അപ്പോൾ വളർച്ചയുണ്ട്, നല്ല വേഗതയിൽ വളരുന്നു, ക്ഷേമമുണ്ട്. പിന്നെന്താ പ്രശ്നം? വളർച്ച, വികസനം പുതിയ വെല്ലുവിളികളെ സൃഷ്ടിക്കുന്നു. ഒന്ന്, ഈ വളർച്ചയുടെ ഫലമായിട്ട് ഒരു വലിയൊരു സംഘടിതമായ ഇടത്തരം വിഭാഗം കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. പണ്ടില്ലാതിരുന്നൊരു വിഭാഗം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കേരള പഠനം 2 വായിക്കണം. അതിൽ ഏറ്റവും വലിയ നിഗമനം ഇതാണ് കേട്ടോ. താഴ്ന്നതൊക്കെ ഉണ്ട്, കുറച്ച് അങ്ങ് ദുർബലമായി. ഇടത്തരക്കാരുടെ എണ്ണമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ സുശക്തമായ പണ്ടില്ലാതിരുന്നൊരു സാമൂഹ്യ മാറ്റവും വന്നു. ഈ പശ്ചാത്തലത്തിൽ എന്താ, ഒരു കൊച്ചുള്ളതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം വേണം. പണ്ടത്തെ കുടിപ്പള്ളിക്കൂടൊന്നും പോരാ. നമ്മൾ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കും. അതുകൊണ്ട് പണ്ടില്ലാത്ത പല രോഗമുണ്ട്, അതിന് ചികിത്സ വേണം. നമ്മുടെ ചെറുകിട മേഖല, അതിലെ കൃഷിയൊന്നും വേണ്ടത്ര നടക്കുന്നില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ. പിന്നെ ഉള്ള പണം മുഴുവൻ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും മുടക്കിയതുകൊണ്ട് റോഡും പാലവും ഒക്കെ നമ്മൾ അവഗണിച്ച് പശ്ചാത്തല സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ ഓടുന്നതിൻ്റെ പാതി സ്പീഡിലെ ട്രെയിനും ഓടും, കാറും ഓടും. പാതി സ്പീഡല്ല, ഈ പനങ്ങളില്ല റോട്ടിൽ കൂടി. ഇതല്ലേ സുവിശേഷം. നമ്മുടെ നാട്ടിലെ ഹൈ ടെൻഷൻ മാടക്കത്ര വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടംകുളത്തെ വൈദ്യുതി അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഈ 240 kV പോരാ, 540 520 kVയുടെ ലൈൻ വേണം. അത് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പഴയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാ. ഈ പശ്ചാത്തല സൗകര്യങ്ങൾ പോരാ, അതിലുപരി രൂക്ഷമായ തൊഴിൽ. ഇതാണ് വികസന വെല്ലുവിളികൾ. ഈ വികസന വെല്ലുവിളികൾക്കുള്ള മറുപടി എന്തായിരുന്നു കേരളത്തിൻ്റെ? ഇതാണ് അടുത്തായിട്ട് നോക്കണേ. ചെറുകിട മേഖലകൾ, സാമൂഹ്യക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യമൊക്കെ മെച്ചപ്പെടണം, ചെറുകിട മേഖല മെച്ചപ്പെടണം. അതിന് ഉത്തരം കണ്ടത് അധികാരം താഴേക്ക് നൽകുക, അതുവഴി ജനങ്ങളെ പങ്കാളികളാക്കുക, അങ്ങനെ ഇത് മെച്ചപ്പെടുത്താൻ നോക്കാം. അതാണ് ജനകീയ ആസൂത്രണം. 2, പശ്ചാത്തല സൗകര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം? ബഡ്ജറ്റിൽ പണമില്ല, അപ്പോൾ ബഡ്ജറ്റിന് പുറത്തുനിന്ന് പണം കണ്ടെത്തണം. അതിനാണ് കിഫ്ബി. 3, തൊഴിലില്ലായ്മ എങ്ങനെ പരിഹരിക്കാം? അതിന് നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാവുന്നുണ്ട് കേട്ടോ. 40 ലക്ഷം അതിഥി തൊഴിലാളികളെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യണം. അപ്പം തൊഴിലില്ലാത്തതല്ല, പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന തൊഴിൽ നമ്മുടെ അഭ്യസ്ത വിദ്യർക്ക് യോജിച്ചതല്ല. അതിന് പറ്റുന്ന കേരളം വേണം. അതെങ്ങനെ ചെയ്യാം? നല്ല വരുമാനമുള്ള തൊഴിലുകൾ സൃഷ്ടിക്കുന്ന ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലുള്ള സമ്പദ്ഘടനയായിട്ട് കേരളം മാറണം. അതിനാണ് വിജ്ഞാന സമ്പദ്ഘടന എന്ന് പറയുന്നത്. അതിനാണ് വിജ്ഞാന കേരളം. സോ നമ്മുടെ വെല്ലുവിളികൾ, അതിനെ നേരിടാൻ പരിഹാരങ്ങൾ
നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പിന്നെ ഡോക്ടർ ഐസക്കിനും കൂടെ താല്പര്യമുള്ള മേഖലയായിരിക്കും. ഒന്ന്, ഈ 90കളുടെ ആദ്യഘട്ടം പ്രത്യേകിച്ചും ഈ പുത്തൻ പരിഷ്കാരങ്ങളുടെയൊക്കെ പിന്നെ ആഘാതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലം. എനിക്ക് ഓർമ്മയുള്ളത് സ്കൂളുകൾ അൺഎക്കണോമിക്കായിട്ട് അടയ്ക്കുന്ന കാലം, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ തന്നെയും മുരടിച്ച് നിൽക്കുന്ന കാലം. ഡോക്ടർ രാമൻകുട്ടിയുടെയൊക്കെ പഠനങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുക.